ഏവർക്കും നമസ്കാരം. നാട് കാത്തിരുന്ന ചരിത്ര മുഹൂർത്തത്തിന് ഏതാനും മിനിറ്റുകൾ മാത്രം. കഴിഞ്ഞ 9 ദിനങ്ങൾ കോന്നിക്ക് ഉത്സവരാവുകൾ സമ്മാനിച്ച കരിയാട്ടത്തിന് ഇന്ന് കൂടിയിറക്കാം. ചരിത്ര പൈതൃകം പേറുന്ന കരിയാട്ടം ഘോഷയാത്ര കാണുവാൻ കോന്നി കാത്തിരിക്കുകയാണ്. 500-ലധികം ആനവേഷധാരികളാണ് ഇന്ന് കോന്നിയിൽ ചുവടുവെക്കുന്നത്. ഉടൻ തന്നെ കരിയാട്ട ഘോഷയാത്ര ആരംഭിക്കും. എലിയറങ്ങിയ അമൃത സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ 5 പഞ്ചായത്തുകളാണ് ഉള്ളത്. കലഞ്ഞൂർ, ഏനാദിമംഗലം, വള്ളിക്കോട്, പ്രമാടം, അരുവാപുരം എന്നീ 5 പഞ്ചായത്തുകളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. 500 ആനവേഷധാരികൾ 30 പേരടങ്ങുന്ന സംഘങ്ങളായി ആയിരിക്കും ചുവടുവെക്കുക. ഓരോ 30 അംഗ സംഘത്തോടൊപ്പവും മേളവും ഉണ്ടായിരിക്കും. ഗജവീരൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചൂരൂർ മഠം രാജശേഖരനോടൊപ്പം പഞ്ചവാദ്യവും കഥകളി വേഷവും ഉണ്ടാകും. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന കരിയാട്ടം ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കരിയാട്ടം കാണാൻ മനോഹരമായ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി 10,000 കാത്തുനിൽക്കുന്നത്. കോന്നി നിവാസികളുടെ നീണ്ട കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ഇന്ന് കരിയാട്ടം ഘോഷയാത്രയിലൂടെ സഫലമാകുന്നത്. ടൂറിസം, വ്യവസായ, കാർഷിക, പ്രദർശന, വിപണനമേള, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ, ഓണാഘോഷം, തുഴൽമേള, ഭക്ഷണമേള, വഞ്ചി തുഴച്ചിൽ മത്സരം, 500ഓളം കരിയാട്ടം, 500ഓളം കലാകാരന്മാർ ആനയുടെ വേഷത്തിൽ കോന്നിയുടെ രാജവീതിയെ അലങ്കരിച്ചുകൊണ്ടുള്ള കരിയാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ ദൃശ്യം നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ യു ജിനീഷ് കുമാർ കോന്നിയുടെ സംസ്കാരവും പൈതൃകവും ടൂറിസം സാധ്യതകളും ലോകത്തിന് നെറുകയിൽ വിളിച്ചോതുവാൻ പ്രൗഢിയോടുകൂടി അവതരിപ്പിച്ചുള്ള മനോഹരമായ കരിയാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. കോന്നിയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന ആനയെ ഇഷ്ടമുള്ള, ആനക്കഥകൾ ഇഷ്ടമുള്ള കോന്നിയുടെ മണ്ണിലേക്ക് 100 ആനവേഷധാരികൾ അണിഞ്ഞൊരുങ്ങി വരുന്ന മനോഹരമായ കാഴ്ചയാണ്. ചണ്ടമേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും മയിലാട്ടത്തിന്റെയും മാനാട്ടത്തിന്റെയും കരകയാട്ടത്തിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി കോന്നിയുടെ പട്ടണ വീതി അലങ്കരിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും 10,000 കാണികൾ നിൽക്കുമ്പോൾ അവർക്ക് ആവേശം പകർന്നുകൊണ്ടുള്ള കരിയാട്ട ഘോഷയാത്ര എലിയറങ്ങിയ ജംഗ്ഷനിൽ ആരംഭിച്ചിരിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് കോന്നിയുടെ ചരിത്രത്താളുകളിൽ ഓണത്തിന്റെ വരവറിയിച്ചും ഓണത്തെ ഉത്സവമാക്കി മാറ്റിയും കോന്നിയിലെ ജനങ്ങൾ ആഘോഷം തിമിർപ്പ് നടത്തിയതിന്റെ സമാപനം കൂടിയാണ്. കോന്നിയുടെ ഓണനാളുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ വ്യവസായ വകുപ്പുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി നടത്തപ്പെട്ട കരിയാട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മനോഹരമായ കരിയാട്ട ഘോഷയാത്രയാണ് ഇപ്പോൾ കോന്നി പട്ടണത്തിന്റെ വീതികളെ അലങ്കരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോൾ നാം കാണുന്നത്. കോന്നിയുടെ മുന്നിൽ ചരിത്രങ്ങൾ വീണ്ടും പുനരാവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ നിയമസഭാ സാമാജിക കോന്നിയുടെ ഒറ്റക്കൊമ്പനം തന്നെ അറിയപ്പെടുന്ന കെ യു ജിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇതാ കോന്നിയുടെ പഴയകാല പൈതൃകം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് 2ാമത് വട്ടം കോന്നിയുടെ മണ്ണിനെ ആഘോഷവേഷങ്ങളായ ആവേശരാവുകൾ 9 ദിവസങ്ങൾ സമ്മാനിച്ച് അവസാന 10ാം ദിവസത്തിലേക്ക് എത്തിച്ചേരുന്ന കരിയാട്ട മഹാമഹത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ മനോഹരമായ കരിയാട്ട പൂരത്തിൽ പണ്ടെന്നോ രാജകുടുംബമെന്നോ പന്തളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ കരിങ്കൊമ്പനെന്ന കൊമ്പനെ തിരിച്ചു കൊണ്ടുവരാൻ കോന്നിയൂരിന്റെ മണ്ണിലെ മുഴുവൻ നാട്ടുകാരും അന്നിവിടെ ഉണ്ടായിരുന്ന കൊമ്പന്മാരും ഒത്തുചേർന്ന് പന്തളത്തിന്റെ മണ്ണിൽ നിന്നും ഐശ്വര്യപൂർണമായ ആഘോഷങ്ങളോടെ ആനവേഷധാരികളായ ആളുകളുടെ അങ്കമ്പടിയോടെ കോന്നിയൂരിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ പഴയകാല പൈതൃകത്തെ ഒരിക്കൽ കൂടിയെന്ന് കോന്നിയുടെ മണ്ണിൽ പുനരാവിഷ്കരിച്ചു 500 ആനവേഷധാരികൾ ഇതാ നമുക്ക് മുന്നിലൂടെ ആഘോഷഭരിതമായി ചുവടുവെക്കുന്ന കരിയാട്ടം 2025 ടൂറിസം എക്സ്പോയുടെ വർണ്ണ വിളംബര കാഴ്ചകളാണ് നിങ്ങളുടെ കണ്ണിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, എലിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്നുമാണ് കരിയാട്ടം ആടിത്തിമിർത്ത് കടന്നു വരുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഇരുവശങ്ങളിലും കൂന്നി പട്ടണത്തിലേക്ക് വരുന്ന വഴികൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കിഴക്കൻ മലമടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികൾ പോലെ, നദികൾ ചെറിയ സമുദ്രമായി മാറുന്നത് പോലെ ചെറുതും വലുതുമായ കൂട്ടങ്ങൾ കോന്നിയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ മനോഹരമായ ദൃശ്യത്തിന് അഴക് പകർന്നുള്ള 500-ലധികം ആനവേഷധാരികൾ കടന്നു വരികയാണ്. നിങ്ങൾ ഓർക്കുക, ഓണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ 400 പുലികളാണ് കാണുന്നതെങ്കിൽ കോന്നിയിൽ 500 കരിവേഷധാരികളായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അകമ്പടി ശ്രമിച്ചുകൊണ്ട് തെയ്യത്തിന്റെയും തിറയുടെയും തപ്പിന്റെയും തകിടിന്റെയും അകമ്പടിയിൽ മേള രാജാക്കന്മാർ വർണ്ണക്കുടകളെല്ലാം ഓർത്തുകൊണ്ട് മനോഹരമായ ദൃശ്യം കോന്നിക്ക് സമ്മാനിച്ച അഡ്വക്കേറ്റ് കെ യു ദിനേശ് കുമാർ MLA കഴിഞ്ഞ 10 ദിവസമായി കോന്നിയുടെ ആഘോഷങ്ങളെ, കോന്നിയുടെ ഓണ ദിവസങ്ങളെ, കോന്നിയുടെ ദിനരാത്രങ്ങളെ വർണ്ണാഭമാക്കി മാറ്റിയ കരിയാട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കരിയാട്ട ഘോഷയാത്രയുടെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോന്നിയുടെ പട്ടണ വീതിയെ അലങ്കരിച്ചുകൊണ്ട് പണ്ട് ഇവിടെ ഇതുപോലെ ആളുകൾ നിൽക്കുമെന്നായിരുന്നു പറയുന്നത്. കാരണം വാരിക്കുരുതിയെടുത്ത് കാട്ട് കുഴിക്കുന്ന കൊമ്പനെ വാരിക്കുഴിയിൽ വീഴ്ത്തിയ ചരിത്രമുള്ള കോന്നി, ആ വാരിക്കുഴിയിൽ വീണ ആനയെ പാപ്പാന്മാരുടെയും താപ്പാനകളുടെയും അകമ്പടിയോടുകൂടി ഇങ്ങനെ ആനക്കൂട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് കാണാൻ കോന്നിയുടെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഈ റോഡിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നാണ് പഴമക്കാർ ഉള്ളത്. അതേ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ കരികൾ ആടി തുടങ്ങിയിരിക്കുന്നു. കാട് മെതിച്ച് നടന്ന കരിക്കൊമ്പന്മാരെ നമ്മൾ മെരുക്കിയെടുത്തിതാ കോന്നിയുടെ ഓണാഘോഷ നാളുകൾക്ക് വർണ്ണം പകരുവാൻ കോന്നിയുടെ രാജവീതികളെ അലങ്കരിച്ചുകൊണ്ടിതാ കരിയാട്ട ഘോഷയാത്ര കടന്നു വരുന്ന മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തപ്പിന്റെയും തകിലിന്റെയും മേള രാജാക്കന്മാർ കരിയാട്ടത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് ആനകൾക്ക് താളമേളം പകർന്നുകൊണ്ട് മനോഹരമായി കടന്നു വരികയാണ്. കൊമ്പ് കുലുക്കി തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ആനകളുടെ മനോഹരമായ വരവാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്തെ പറഞ്ഞതനുസരിച്ച് പൂരം കാണണമെങ്കിൽ തൃശ്ശൂരോ തിരുനക്കരയോ പോകണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കോന്നിയുടെ ചരിത്രത്തിലേക്ക് കാലങ്ങളെ ഒന്ന് തിരുത്തി കുറിച്ചുകൊണ്ട് കോന്നിക്കാർക്ക് ആവേശത്തിന്റെ ഒരു പൂര കാഴ്ച ഒരുങ്ങി കെ യു ദിനേശ് കുമാർ നേതൃത്വം കൊടുത്ത് നടത്തപ്പെടുന്ന ടൂറിസം എക്സ്പോ 2025-നോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കരിയാട്ടമാണ് പേരിൽ തന്നെ അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് മുന്നിൽ വിളങ്ങുകയാണ്. കരിവേഷധാരികളായ 500-ൽ പരം കൊമ്പന്മാർ അങ്ങനെ കരിവേഷധാരികളായി വീതിയിൽ കൂടി അലയറിയിച്ച് കടന്നു വരുമ്പോൾ അയ്യന്റെ പൂങ്കാവനത്തിലെ അട്ടച്ചൂര് മലർക്കുന്ന വനത്തിനുള്ളിൽ നിന്നും കൊലകൊമ്പന്മാർ കാട്ടിറങ്ങി വരുമ്പോൾ അതേ കൊലകൊമ്പന്മാരെ പഠിച്ച് മെരുക്കിയെടുത്ത കോന്നിക്കാരുടെ മനോധൈര്യത്തിന് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ആവേശം പകർന്നുകൊണ്ടിതാ ഈ നാടിന്റെ സ്വപ്ന സുന്ദരമായ നിറക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി സബലീകരിച്ചുകൊണ്ട് നാടിനൊപ്പം നാട്ടാരൊന്നായി അണിനിരക്കുന്ന ടൂറിസം എക്സ്പോ കരിയാട്ടം 2025-ന്റെ വർണ്ണശബളമായ മനോഹര കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ കൂടി കടന്നു വരുന്നത്. ഇതാതിന് അകമ്പടി സേവിക്കാൻ മനോഹരമായ അപ്രപാളികളിൽ നിന്നും വിസ്മയങ്ങൾ തീർക്കുന്ന സുരാജ് വെഞ്ഞാറമ്മൂടിന്റെയും ജയസൂര്യയുടെയും നമ്മുടെ പ്രിയങ്കരനായ ഹാസ്യമരൻ ജഗദീഷ് ശ്രീകുമാറിന്റെയും ഒക്കെ കോലങ്ങൾ അങ്ങനെ അണിനിരന്ന് കടന്നു വരുമ്പോൾ ഓണത്തെ ആഘോഷഭൂഷണമാക്കാൻ അങ്ങനെ തൃപ്പൂണിത്തുറയുടെ തെരുവീതികളിൽ രാജവീതികളെ അലങ്കരിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്രകൾ അണിനിരക്കുന്നത് പോലെ കോന്നി മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള വിവിധങ്ങളായ വർണ്ണശബളമായ ഘോഷയാത്രകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മനോഹരമായ ഘോഷയാത്ര പ്രവാസ ലോകത്തോടൊന്നും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ ദൂരദേശങ്ങളിലുമൊക്കെ ഇരുന്ന് കാണുന്ന കോന്നിയുടെ പ്രിയപ്പെട്ടവർ അവരുടെ മനസ്സ് ഇവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലേക്ക് ഈ കാഴ്ചകൾ ലൈവായി എത്തിക്കുകയാണ്. ആ ലൈവിലേക്ക് അതിന്റെ മനോഹരമായ ശബ്ദ വിവരണങ്ങൾ നൽകിക്കൊണ്ട് എന്നോടൊപ്പം ഇവിടെ ശ്രീ രാജേഷ് ചായ്ലാത്ത്, ഒപ്പം ശ്രീ
PK സജി, ചിറ്റാർ എന്നിവരും ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്കാണ് ഇങ്ങനെ 51 മലയാള അക്ഷരങ്ങളിൽ ഒന്നൊരുങ്ങി ചേർത്ത് തേനിൽ മുക്കി ഒഴുക്കുന്ന അതേ രാഗമത്തോടെ നിങ്ങളുടെ കാതുകളിലേക്ക് ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ വിവരങ്ങൾ പകർന്നുകൊണ്ട് എനിക്കൊപ്പം ഇരിക്കുമ്പോൾ ഇതാ നമ്മുടെ കൺമുന്നിൽ പ്രിയപ്പെട്ട രാജേഷ് ജി, നിങ്ങൾ നോക്കൂ, ആ സ്ക്രീനിൽ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണെങ്കിൽ അത് ആ റോഡിന്റെ സൈഡിൽ നിന്ന് പുനലൂർ ഹൈവേയുടെ സൈഡിൽ നിന്നും അങ്ങനെ ആവേശത്തോടെ കാണുന്ന ആ കാഴ്ചക്കാരുടെ അവസ്ഥ, അവരുടെ ആ ആഘോഷ നിമിഷങ്ങൾ അതെന്തായിരിക്കും? അത് കോന്നിയുടെ ആകാശത്തങ്ങനെ വളരെ ഉയരത്തിലേക്ക് വട്ടമിട്ട് പരക്കുന്ന ചെമ്പരത്തിന്റെ കുഞ്ഞു കണ്ണുകളിൽ കൂടി കാണുന്ന കാഴ്ച പോലെ ഒരു മനോഹരമായ ദൃശ്യമായി ഒരിക്കലും അവർക്ക് മനസ്സിൽ നിന്ന് വായിക്കാൻ കഴിയാത്ത രീതിയിലൊരു ടൂറിസം എക്സ്പോ 2025 വീണ്ടും ഒരിക്കൽ കൂടി ഈ നൽകിയ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ കോന്നിയുടെ ഒറ്റക്കൊമ്പൻ ജനീഷ് കുമാറിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണങ്ങൾക്കായി പ്രിയപ്പെട്ട രാജേഷ് ജിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ജീവിതവും സംസ്കാരവും പൈതൃകവും ചേർത്ത് ജനകീയ ലോകത്തോന്നിട്ട് കോന്നിയുടെ വികാസം ടൂറിസത്തിലൂടെ എന്ന കാഴ്ച ഉയർത്തി കോന്നിയെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനീഷ് നയിക്കുന്ന മനോഹരമായ കരിയാട്ട ഘോഷയാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസത്തിന്റെ വികാസം കോന്നിയുടെ ഉന്നതമായ കരിയാട്ടങ്ങളുടെ കലാരൂപം ആവിഷ്കരിച്ച് മലയാളിയിൽ നൽകിയ ദീർഘവീക്ഷണത്തിന്റെ പേരാണ് ജനീഷ് ഒരു നാടിനെ ഒരുമിപ്പിക്കും സാംസ്കാരിക ചരിത്രമായി കോന്നി കരിയാട്ട ഘോഷയാത്ര ഈ കരിയാട്ട ഘോഷയാത്ര ഇന്ന് കരിയാട്ട എക്സ്പോ നടക്കുന്ന KSRTC ബസ്സിൽ എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന സമാപന സമ്മേളനത്തിൽ ആ സാംസ്കാരിക നമ്മുടെ പ്രിയപ്പെട്ടവരായ ശ്രീ വി എൻ വാസവൻ, ശ്രീ എത്തിച്ചേരുന്ന ധന്യ നിമിഷങ്ങളുണ്ട്. അതിന് മുന്നോടിയായി വലിയറയ്ക്കൽ ജംഗ്ഷനിൽ ആരംഭിച്ചിട്ടുള്ള മനോഹരമായ കരിയാട്ട ഘോഷയാത്ര കോന്നിയുടെ രാജവീതികളെ വിളച്ചാൽ അണിയിച്ചുകൊണ്ട് കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം നാം കാണുകയാണ്. നമുക്കറിയാം ചക്രവാളങ്ങളുടെ താഴ്വരയായ ഗവി അഭിസംഗരി, ആ ഗവി പ്രകൃതി അതിന്റെ സൗന്ദര്യം ദിനം വേറ്റുന്ന ഗവി ഉൾപ്പെടെ പാട്ടാത്തിപ്പാറ ഉൾപ്പെടെ അണരി ഉൾപ്പെടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്ന മനോഹരമായ കോന്നിയിലെ ജനങ്ങളെ, കോന്നിയിലെ മണ്ണിനെയും മനസ്സിനെയും എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 ദിനരാത്രങ്ങൾ ഈ ഓണക്കാലം അവിസ്മരണീയമാക്കി ഉത്സവമാക്കി മാറ്റിയ കോന്നിയുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി, ആധുനിക കോന്നിയുടെ ശില്പി, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജനീഷ് കുമാർ അഭിമാനപൂർവ്വം കോന്നിയുടെ പൈതൃകവും ടൂറിസം സാധ്യതകളും ലോകത്തിൽ വരച്ചുകാട്ടുവാൻ അഭിമാനപൂർവ്വം അണിയിച്ചൊരുക്കിയ കരിയാട്ടമാണ് കോന്നി പട്ടണവീഥികളെ അലങ്കരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഇതാ റോഡിന് ഇരുവശവും പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അവർക്കെല്ലാം മനോഹരമായ ദൃശ്യചാരുത പകർന്നുകൊണ്ട് ചെണ്ടമേളത്തിന്റെയും നാട്ടുമേളത്തിന്റെയും കൊട്ടുകുളകളുടെയും അകപ്പടിയോടുകൂടെയുള്ള കരിയാട്ട ഘോഷയാത്ര ഇങ്ങനെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നാടിളക്കി മതിച്ചു നടന്ന കരിവീരന്മാർ, ആ കരിവീരന്മാർക്ക് വാരി തീർത്ത കോന്നി, ആ കരിവീരന്മാരെ ചട്ടം പഠിപ്പിച്ച കോന്നി, ആ ചട്ടം പഠിപ്പിച്ച കരിവീരന്മാരെ കാട്ടിൽ നിന്ന് മുന്നോട്ട് താഴ്പ്പാനകളെ അകപ്പടിയോടുകൂടി കൊണ്ടുവരുമ്പോൾ പണ്ടിങ്ങനെയായിരുന്നു കോന്നിയുടെ വീഥിക ഇരുവശം ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകളാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇതാ കരിയാട്ടം എന്ന പേരിൽ കോന്നിയുടെ സംസ്കാരവും പൈതൃകവും ടൂറിസം സാധ്യതകളും ലോകലോകങ്ങളിൽ വിളിച്ചോതുവാൻ അഡ്വക്കേറ്റ് ജനീഷ് കുമാർ അണിയിച്ചൊരുക്കിയ കരിയാട്ട ഘോഷയാത്ര കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം ഇതാ നമ്മൾ കാണുകയാണ്. തിരുവോണവും തിരുവാതിരയും കാർത്തികയും അവിട്ടവും ആവണിയും എല്ലാം വിളംബരിക്കുന്ന കേരളത്തിൽ സാഹോദര്യത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് എല്ലാവരും ഒന്നാണെന്നുള്ള വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് കള്ളവും ചതിയും ഇല്ലാതെ പോയി നല്ലൊരു കാലത്തിന്റെ ഓർമ്മ ഉയർത്തിക്കൊണ്ട് പൊന്നോണവാളുകളെ സുന്ദരമാക്കി ദിനരാത്രങ്ങളെ അവസ്മരണീയമാക്കി മാറ്റിയ അഡ്വക്കേറ്റ് ജനീഷ് കുമാർ എം.എൽ.എ
കോന്നി എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ തന്നെ നാട്ടുരാജ്യത്തിന്റെ ആവേശം എന്നും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന കോന്നിയുടെ പ്രിയപ്പെട്ടു കോന്നിയുടെ ചരിത്രവും പൈതൃകവും വിളിച്ചോട് കോന്നിയുടെ മുന്നിൽ കരിയാട്ടത്തിനെ ഒന്ന് പുനർജനിപ്പിക്കുന്ന നിരവധി ആളുകളുടെ ഒരു സംഘം തന്നെ കോർഡിനേറ്റ് ചെയ്ത് KU ജയേഷ് കുമാർ MLA-യുടെ നേതൃത്വത്തിൽ ഒരു വൻ സന്നാഹമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്കുള്ള നന്ദിയാണ് നമ്മളിതിൽ ഏറ്റവും അധികമായി പ്രകടിപ്പിക്കുന്നത്. കാരണം എന്തെന്നാൽ കോന്നിയുടെ ചരിത്രത്തിന് പഴക്കമെന്ന് പറഞ്ഞാൽ ഏതാണ് AD 75-ാം ആണ്ടിൽ പാണ്ഡ്യദേശത്ത് അങ്ങനെ തിരുമല നായകനത്തെ വെച്ച് ബംഗാശി എത്തിയ ചെമ്പഴന്നൂർ രാജകുടുംബത്തിന്റെ കോന്നിയിലേക്ക് എത്തിപ്പോൾ ഇപ്പോൾ കോന്നിയുടെ മുന്നിൽ വികസനത്തിന്റെ ആധുനികതയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേറ്റി പുത്തനൊരു തേരാളിയെ കൂട്ടുപിടിച്ച് കോന്നി അങ്ങനെ KU ജയേഷ് കുമാറിന്റെ തേരോട്ടത്തിലൂടെ വികസന പാതയിലേക്ക് മുന്നേറുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും കോന്നിയുടെ പൈതൃകത്തെ മറക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കാതെ പഴയ പൈതൃകത്തെ അങ്ങനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പൈതൃകം അതിന്റെ ടൂറിസം സാധ്യതകൾ വിളിച്ചോതി മുന്നേക്ക് മറ്റുള്ളവരുടെ ലോകത്തിന് മുന്നിലേക്ക് അങ്ങനെ വിളിച്ചോതുവാൻ മനോഹരമായി അറിയിപ്പിക്കാൻ മലയാളക്കരയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ടൂറിസം തലസ്ഥാനം എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയുടെ പ്രിയപ്പെട്ട ഹൃദയ ഭാഗമായ ഗവിയും കുട്ടവഞ്ചിയും തണ്ണിത്തോടും എല്ലാം അകപ്പെടുന്ന മണ്ണീറയും എല്ലാം ഉൾപ്പെടുന്ന കോന്നിയുടെ ആഘോഷ രാവിനെ വീണ്ടും ഒന്ന് ആവേശഭരിതമാക്കാൻ അണിയിച്ചൊരുക്കുന്ന കരിയാട്ട എക്സ്പോ 2025-ന്റെ ഭാഗമായി നടക്കുന്ന മനോഹര വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള മനോഹരമായ ഘോഷയാത്രയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാനായി ഈ മനോഹരമായ കോന്നി പട്ടണത്തിനെ മനോഹരമായ ആധുനിക സൗകര്യങ്ങളിലേക്ക് വിളിച്ചോതിക്കൊണ്ട് കോന്നിയുടെ നെഞ്ച് കീറി കടന്നു പോകുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഇരുപുറങ്ങളിലുമായ അങ്ങനെ കോന്നി നിയോജക മണ്ഡലത്തിന്റെയും കോന്നിയിലെ 5 പഞ്ചായത്തുകളിലെയുമുള്ള മുഴുവൻ വ്യക്തികളും മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവരും അങ്ങനെ ഇരുപുറങ്ങളിലുമായി അണിനിരക്കുമ്പോൾ അവർക്ക് മുന്നിലൂടെ അങ്ങനെ കോന്നിക്കൊരിക്കലും മറക്കാനാവാത്ത പേരും പെരുമയും നൽകിയ കോന്നി എന്ന പേരിനെ വാനോളം ഉയർത്തിയ കരിവീരന്മാരുടെ നാട് അതേ കോന്നിക്ക് മുന്നിൽ കരിവീരന്മാരെ കൊണ്ടും ആനക്കൂടിനെ കൊണ്ടുമൊക്കെ മനോഹരമായി ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടിയ കോന്നിക്ക് കരിയെയും ഒരിക്കലും മറക്കാനാവില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് 500-ൽ പരം കരിവേഷധാരികൾ അങ്ങനെ തലയെടുപ്പോടെ ഇവിടെ നിന്ന് കടന്നുപോയ ഇന്ന് മലയാളക്കരയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി വിളങ്ങുന്ന കോന്നി സുരേന്ദ്രന്റെ അതേ മുഖഭാവങ്ങളുമായി ചെവികൾ അങ്ങനെ ആട്ടി തുമ്പിക്കൈ അങ്ങനെ നിലത്തിഴഞ്ഞ് മനോഹരമായി 500 കരിവേഷധാരികൾ ഇതാ ഈ രാജവീതിയിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് അകമ്പടിയായി മനോഹരമായി ചെണ്ടയിൽ അങ്ങനെ ചേകിലയിൽ ഇലത്താളവും എല്ലാം ഉൾപ്പെടെ അങ്ങനെ തൃശൂരിന്റെ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം തീർക്കുന്ന വാദ്യഘോഷങ്ങളുടെ പിൻബലങ്ങളോടെ കോന്നിയുടെ മണ്ണിൽ കരിയാട്ടം 2025-ന്റെ ആഘോഷ രാവിനെ അവസാന ഈ രാവിനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ആവേശത്തിന്റെ രാവാക്കി മാറ്റാൻ കഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരുടെയും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഒരേ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട എന്നോടൊപ്പമുള്ള സജി നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്കിത് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈകളിൽ നമുക്കങ്ങനെ രോമാഞ്ചമുണ്ടാകുന്ന ഒരു നിമിഷത്തിലേക്ക് നാം എത്തുമ്പോൾ കോന്നിയുടെ മണ്ണിലൂടെ ഈ കരിയാട്ടം അങ്ങനെ കടന്നു പോകുമ്പോൾ കോന്നിക്കാരുടെ മനസ്സ് അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലുമുള്ള ആ ആവേശത്തിന്റെ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ അങ്ങനെ ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാൽ അത് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ പറ്റുന്നതല്ല. 10 ദിവസത്തെ ദിനരാത്രങ്ങളുടെ മനോഹരമായ വിസ്തൃതമായ വർണ്ണാംബരമായ കാഴ്ചയങ്ങനെ ലോകത്തിന് മുന്നിലേക്ക് ഇതാ ഇങ്ങനെ ലൈവായി വിളിച്ചോതുമ്പോൾ നമ്മുടെ
നമ്മുടെ നാവിൽ കിട്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എത്ര വർണ്ണിച്ചാലും അത് പോരാതെ തന്നെ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ ഓർത്തു പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു വാചകം പറയാനുള്ളത് പ്രിയപ്പെട്ട രാജേഷ്, അതായത് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളെയും ഫുട്ബോൾ മൈതാനങ്ങളെയെല്ലാം കിടിലം കൊള്ളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു ദാമോദരന്റെ വാക്കുകൾ നാം ഒരു നിമിഷം കടമെടുത്താൽ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഗോത്രയുടെ മണ്ണിലെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഗോത്രയുടെ ഒറ്റക്കൊമ്പൻ അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ടൂറിസം എക്സ്പോ കരിയാട്ടം 2025 അവിസ്മരണീയ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ദിക്സാക്ഷി വിവരണത്തിനായി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ സജി ടി.കെ.യെ ക്ഷണിക്കുകയാണ്. ശ്രീ സജി കോട്ടയം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 1942 ആന പരിശീലന കേന്ദ്രം തുടങ്ങുന്നത്. 1977 നിരോധിക്കുന്നത് വരെ അവിടെ ആനയെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ ചട്ടം പഠിപ്പിക്കുന്ന ചരിത്രമൊക്കെ നമുക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ആനയുടെ ചരിത്രമുള്ള, ആനയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള, ആനയെ കാണാനുള്ള ഇഷ്ടമുള്ള, ആനയുടെ കഥകൾ കേട്ട് പഠിപ്പിച്ച കോന്നിയിൽ 500ഓളം കലാകാരന്മാർ ആന വേഷധാരികളായി കോന്നി പട്ടണവീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തലയെടുപ്പോടുകൂടി കോന്നിയുടെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ MLA-യും ഉണ്ട് എന്നുള്ളതാണ് ഈ കരിയാട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതാ വർണ്ണങ്ങൾ സമ്മേളിക്കുന്ന മഹാകാഴ്ച നമ്മൾ കാണുകയാണ്. വർണ്ണങ്ങൾ വാരി വിതറി മുത്തുകുടകളും കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ തപ്പും തെറയും ഉയർത്തി ഓണാശംസകൾ നേർന്ന് അഭിവാദ്യങ്ങൾ നേർന്ന് ഇങ്ങനെ കൊമ്പ് കുലുക്കി വരുമ്പോൾ ഇതാ കോന്നിയുടെ സാംസ്കാരിക നായകന്മാരെല്ലാം നയിക്കുന്ന കരിയാട്ട മഹോത്സവത്തിന്റെ കരിയാട്ട ഘോഷയാത്രയാണ് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കിഴക്കിൻ കാടുകളിൽ വലിയ വലിയ ആഹ്ലാദങ്ങളും ആരവങ്ങളും സൃഷ്ടിച്ച കൊമ്പന്മാരെ വരുതിക്കുയർത്തിയിട്ടുള്ള കോന്നിയുടെ രാജവീതികളെ അലങ്കരിച്ചുകൊണ്ട് പ്രത്യേക താളത്തിൽ ചുവടുകളിലെല്ലാം ഇതാ കരികൾ ആടി തീർത്തുകൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഗവിയുള്ള കോന്നി, അടവിയുള്ള കോന്നി, കാട്ടാത്തിപ്പാറയുള്ള കോന്നി, മൺപിലാവരിയുള്ള കോന്നി, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഊർജ്ജ സ്രോതസ്സായ മൂഴിയാർ പവർ ഹൗസ് ഉള്ള കോന്നി, അച്ചൻകോവിലാറും കല്ലാറും കക്കാട്ടാറും അതിന് അരഞ്ഞാണം തീർത്തുകൊണ്ടിരിക്കുന്ന പമ്പയാറും എല്ലാം സമന്വയിക്കുന്ന കോന്നി ഇവിടെ സംസ്കാരത്തിന്റെ വേറിട്ടൊരു മുഖമാണ് ഉയർത്തുന്നത്. ഈ ഓണനാളുകൾ 10 ദിവസക്കാലം ഈ കോന്നിയുടെ ദിനരാത്രങ്ങളെ വർണ്ണാഭമാക്കി മാറ്റിയ കോന്നിയുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കോന്നിയുടെ ടൂറിസവും പൈതൃകവും സംസ്കാരവും എല്ലാം ലോക ജനതയ്ക്ക് മുകളിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി കൊടുത്തിരിക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കിയ കരിയാട്ടത്തിന്റെ സമാപന കരിയാട്ട ഘോഷയാത്രയാണ് കോന്നി പട്ടണത്തെ അലങ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. തുടർന്നുള്ള വിവരണത്തിനായി എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജേഷ് അകലത്തിന് മൈക്ക് കൈമാറുന്നു. ചരിത്ര പൈതൃകം പേറുന്ന കരിയാട്ടം ഘോഷയാത്ര കാണുവാൻ കോന്നിയുടെ രാജവീഥികളിൽ, കോന്നിയുടെ വീഥികളിൽ നിരവധി 10,000-കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. 500-ലധികം ആനവേഷധാരികളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഓരോ 30 ആനവേഷധാരികളോടൊപ്പവും മേളമുണ്ട്. അതിനോടൊപ്പം തന്നെ ഗജവീരൻ, കലിയുഗ സുന്ദരശ്രേഷ്ഠൻ, ചൂരൂർ മഠം രാജശേഖരൻ ഇതാ വളരെ മനോഹരമായി ഈ ഘോഷയാത്രയെ നയിച്ചുകൊണ്ട് വരികയാണ്. കഥകളി വേഷധാരികളുണ്ട്. വളരെ മനോഹരമായ ഈ ഘോഷയാത്ര ഇപ്പോൾ മാരൂർ പാലം കടന്നിരിക്കുകയാണ്. നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് 2 സ്ഥലങ്ങളിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. ഒന്ന് എലിയറയ്ക്കൽ അമൃത ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര, മറ്റൊന്ന് സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഘോഷയാത്ര മാരൂർ പാലം കടന്ന് മുന്നോട്ട് ചൈന ജംഗ്ഷനിലേക്ക് വരികയാണ്. നമ്മുടെ ഏറ്റവും ആരാധ്യനായ നമ്മുടെ അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ MLA നയിച്ചുകൊണ്ടിരിക്കുന്ന കരിയാട്ട ഘോഷയാത്ര, ഒപ്പം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പത്തനംതിട്ടയുടെ ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS ഉണ്ട്.
അതിനോടൊപ്പം തന്നെ സ്വാഗത സംഘം ജനറൽ കൺവീനറായ ശ്രീ ശ്യാംലാൽ അടക്കമുള്ള കരിയാട്ടം കരിയാട്ടം സംഘാടക സമിതി അംഗങ്ങൾ നേതൃത്വം നൽകുന്ന കരിയാട്ട ഘോഷയാത്രയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് സജി കോട്ടയം. താങ്ക് യു ശ്രീ രാജേഷ് ജി. ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ കോന്നി ഒരുങ്ങുമ്പോൾ കോന്നിയുടെ എക്കാലത്തെയും സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് കോന്നി ഇപ്പോൾ കടന്നു പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ കോന്നി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ കോന്നിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട ഒരു കോന്നിയുടെ ഒരു ഒറ്റ കൊമ്പൻ എന്ന് തന്നെ പറയാവുന്ന കോന്നിയുടെ പ്രിയപ്പെട്ടവൻ. ഒരിക്കൽ പറഞ്ഞാൽ രാജാമ്പാറയിൽ നിന്നും അങ്ങനെ രാജകുമാരനെ പോലെ നാടിറങ്ങിയെത്തിയ കുട്ടിക്കൊമ്പൻ ശ്രീ കോന്നി സുരേന്ദ്രനെ അങ്ങനെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ എല്ലാം വക്കിൽ കണ്ണുവെട്ടിച്ച് 2018 അങ്ങനെ മുതുമലയുടെ മുളങ്കൂട്ടിലേക്ക് മാറ്റിയപ്പോൾ ഈ കോന്നി മുഴുവൻ കണ്ണീരൊഴുകിക്കൊണ്ട് ഈ രാജവീതിയുടെ ഇരു സൈഡിലും പ്രതിഷേധത്തിന്റെ അഗ്നി കൊളുത്തി നിന്നു എന്നാണ് അന്നത്തെ പത്രവാർത്തകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ കോന്നിയുടെ രാജവീതിയിൽ അത്രയും കോന്നിക്കാർ ആനയെ സ്നേഹിക്കുന്ന കൊമ്പന്മാരെ സ്നേഹിക്കുന്നവരാണ് കോന്നിക്കാരെങ്കിൽ ആ കോന്നിക്കാർക്ക് കരിയാട്ടം എന്ന് പറയുമ്പോൾ അത് അവരുടെ കൊമ്പന്മാരുമായുള്ള സ്നേഹബന്ധത്തിന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ഇതാ അദ്ദേഹം മുമ്പേ പറഞ്ഞതുപോലെ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചൂരൂർമളം രാജശേഖരന്റെ നേതൃത്വത്തിൽ അങ്ങനെ 500-ൽ പരം കരിവേഷധാരികൾ അങ്ങനെ അണിനിരക്കുന്ന മനോഹരമായ ഘോഷയാത്ര കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ഘോഷയാത്രയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ഉണ്ട്. അദ്ദേഹത്തിനൊപ്പമായി നമ്മുടെ പത്തനംതിട്ടയുടെ വളരെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS അവர்களுണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ടൂറിസം വികസന വകുപ്പിന്റെയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും എല്ലാം പ്രിയപ്പെട്ടവർ ഒന്ന് ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ കോന്നി ടൂറിസം എക്സ്പോ കരിയാട്ടം 2025 ഈ പോരാട്ട ഈ നിമിഷങ്ങൾ, ഈ മനോഹര നിമിഷങ്ങൾ ഞങ്ങളിൽ മുന്നിലേക്ക് വീണ്ടും എത്തിച്ചുകൊണ്ട് ഇതിന്റെ ദൃക്സാക്ഷി വിവരണത്തിൽ ഞങ്ങൾ പറയുന്ന വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമാണ്. മനോഹരമായ ഈ സന്ധ്യയെ ഒരിക്കൽ കൂടി കോന്നിക്കാർക്ക് മറക്കാൻ പറ്റാത്ത, നമുക്കെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷയങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഒരിക്കൽ നാം പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുനക്കര ദേവരുടെ മുന്നിൽ അങ്ങനെ ഗജഗുണപ്പെട്ട പ്രജാപതത്തിന് എത്തിച്ചേർന്ന് നിരന്ന് നിൽക്കുന്ന ഗജവീരന്മാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ 500 കരിവേഷധാരികൾ അങ്ങനെ ഏതാണ്ട് 1077-75 കാലത്ത് പന്തളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ കരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരാനായി ഇവിടെ നിന്ന് നാടും നാട്ടാരും അണിഞ്ഞൊരുങ്ങി കൊമ്പന്മാരുടെ അരുമ്പടിയോടെ കരിവേഷധാരികളായ കൊമ്പന്മാരുടെ പിന്നോട്ടോടെ പോയി കൂട്ടിക്കൊണ്ട് തിരിച്ച് കോന്നിയിലേക്ക് കൊണ്ടുവന്ന ആ ചരിത്ര നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് 500-ൽ പരം പരിവേഷധാരികൾ അണിനിരന്നുകൊണ്ട് ഈ രാജവീതിയിലൂടെ കടന്നു വരുമ്പോൾ കോന്നിയുടെ സ്വപ്നസുന്ദര നിമിഷങ്ങൾക്ക് ഒരിക്കലും ആവേശത്തിന്റെ ആഘോഷത്തിന്റെ ഈ ദിവസങ്ങൾ അണിയിച്ചൊരുക്കി കോന്നിയുടെ ആകാശത്ത് വിരിഞ്ഞുയരുന്ന കരിമരുന്നിന്റെ പുഷ്പവൃഷ്ടി പോലെ മനോഹരമായ സുന്ദര ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇതാ പ്രിയപ്പെട്ടവരെ മനോഹരമായ ഘോഷയാത്ര അങ്ങനെ നമ്മുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ മനോഹരനായ ഒറ്റക്കൊമ്പന്റെ മുഖങ്ങളുമായി കലിയുഗ സുന്ദര ശേഷൻ ഗജരാജപ്പെട്ട പ്രജാപതി ചൂരൂർമഠം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുന്ന ആ മനോഹര ഘോഷയാത്ര കോന്നിയുടെ മുഴുവൻ കായിക കലാസ്നേഹികളും അങ്ങനെ ഇതാ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഇരു സൈഡിലുമായി അങ്ങനെ നിന്ന് വീക്ഷിക്കുമ്പോൾ പൂക്കാവടികളും അങ്ങനെ പ്രസന്ന വേഷങ്ങളും ഒപ്പം തന്നെ തെയ്യവും തെറിയും കഥകളിയുടെ വേഷങ്ങളും എല്ലാം ആടിത്തിമർക്കുന്ന ഈ ഒരു മനോഹര സന്ധ്യ കോന്നിക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ടൂറിസത്തിന്റെ തലസ്ഥാനം എന്ന തന്നെ പേരായ കോന്നിയുടെ മണ്ണിലെ ടൂറിസം വികസന സാധ്യതകളെ തൊട്ടുണർത്തി കോന്നിയുടെ പുരോഗതിക്ക് വേണ്ട എല്ലാവിധ വഴിത്താരകളും വെട്ടി കടന്നു
പോകുന്ന കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ടൂറിസം എക്സ്പോ കരിയാട്ടം 2025 മനോഹര കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന ടൂറിസം, സംസ്കാരം, വ്യവസായം, തദ്ദേശ സ്വയംഭരണം, ഫോക്ലോർ അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 ദിവസമായി കോന്നിയുടെ ദിനരാത്രങ്ങളെ അവിസ്മരണീയമാക്കി മാറ്റി. കോന്നിയുടെ ജനനായകൻ, ജനപ്രിയൻ, ആധുനിക കോന്നിയുടെ വികസന ശില്പി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ മനോഹരമായി അണിയിച്ചൊരുക്കിയ കരിയാട്ട ഘോഷയാത്രയാണ് കടന്നു വരുന്നത്. പിന്നിട്ട വഴിത്താരകൾക്ക് ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഹൃദയം മുഴുവൻ കവർന്ന് 500ഓളം വരുന്ന ആനവേഷധാരികളായ കലാകാരന്മാർ ഇങ്ങനെ കൊമ്പ് കുലുക്കി തുമ്പുകൈ ഉയർത്തി ആടി ആടി മെതിച്ചു വരുന്ന മനോഹരമായ ദൃശ്യം ഒന്ന് കാണുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളുടെ ഇന്നത്തെ ദിവസം എത്ര ധന്യമായി എന്ന് നമുക്ക് തന്നെ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത മനോഹരമായ ജീവിത നിമിഷങ്ങളാണ് നമുക്കിന്ന് സംഭാവന ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA എന്ന കോന്നിയുടെ ആധുനിക കോന്നിയുടെ വികസന ശില്പി ഇന്ന് കേരളത്തിന്റെ കിഴക്കൻ ചക്രവാളത്തിന് താഴ്വരയായ കോന്നി പട്ടണത്തിൽ മനുഷ്യരുടെ ആറാട്ട്, ഹൃദയങ്ങളുടെ ആറാട്ട്, ആനകളുടെ ആറാട്ട് തീർത്തുകൊണ്ട് കരിയാട്ടത്തിന്റെ സമാപന ഘോഷയാത്ര ആടിത്തിമിർത്തു വരുമ്പോൾ കോന്നി നമുക്കറിയാം പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായ കോന്നി, പ്രകൃതി മനോഹരമായി അണിഞ്ഞൊരുങ്ങി തിടമ്പേറ്റു നിൽക്കുന്ന കോന്നി. ഈ കോന്നിയിലാണ് ഗവിയുള്ളത്, മനുഷ്യന്റെ മനസ്സിനെ മത്തുപിടിപ്പിക്കുന്ന ഗവി. അതിനുശേഷം ഇതാ കല്ലാറിന്റെ ഓളപ്പരപ്പുകളിൽ തുഴയെറിഞ്ഞുല്ലസിക്കുവാൻ പറ്റുന്ന അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാട്ടാത്തിപ്പാറ, മൺപിലാവിന്റെ ചേലോടുകൂടി പൊന്നരഞ്ഞാണം പോലെ, വെള്ളി അരഞ്ഞാണം പോലെ ഒരു മരത്തിൽ നിന്നും തൂങ്ങിക്കിടന്ന് ആടുന്നത് പോലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമാണ് ആ മൺപിലാവ് അരുവി. ഇതൊക്കെ പോരാഞ്ഞിട്ട് കേരളത്തിന്റെ ഊർജ കലവറയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന മൂഴിയാർ പവർ ഹൗസ്, കക്കാട് പവർ ഹൗസ് തുടങ്ങിയവയെല്ലാമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോന്നിയുടെ പേരും പെരുമയും ചോദുവാൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA എന്ന ആധുനിക കോന്നിയുടെ വികസന ശില്പി റോഡുകളും പാലങ്ങളും കലുങ്കുകളും ആശുപത്രികളും അംഗൻവാടികളും മെഡിക്കൽ കോളേജും ചിറ്റാറിൽ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രിയും എല്ലാം സമ്മാനിച്ച് ഈ കോന്നിയെ ആധുനികവൽക്കരിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA കഴിഞ്ഞ 10 ദിനരാത്രങ്ങൾ കോന്നിയിൽ ഉത്സവമേളം തീർത്ത MLA, കഴിഞ്ഞ 10 ദിനരാത്രങ്ങൾ കോന്നിയെ അവിസ്മരണീയമാക്കിയ MLA, കോന്നിയിലെ ജനങ്ങളെ ഇതാ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒരുമിപ്പിക്കുവാൻ കോന്നി KSRTC മൈതാനം ഒരുക്കി തന്ന് അവിടെ കരിയാട്ടം എന്ന മനോഹരമായ ദൃശ്യചാരുതി ഒരുക്കി തന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA മനോഹരമായ രീതിയിൽ കോന്നിയുടെ സംസ്കാരവും പൈതൃകവും ടൂറിസം സാധ്യതകളും വിളിച്ചോതുവാൻ ലോകത്തിന് നെറുകയിൽ ഇതാ കോന്നി എന്ന ഒരു സുന്ദര ദേശമുണ്ട്. ആ കോന്നിക്ക് ആനയുടെ പഴങ്കഥയുണ്ട്, ആനയുടെ പെരുമയുണ്ട്, ആനയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആനയുടെ കഥകൾ കേട്ടു വളർന്ന കോന്നിയെ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മനോഹരമായ ദൃശ്യചാരുതയേകിയ കരിയാട്ട ഘോഷയാത്ര ഇതാ കോന്നി പട്ടണത്തിലേക്ക് എലിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും മന്ദം മന്ദം കടന്നു വരുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ട TK സജി, പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുടെ നാടാണ് കോന്നി എന്ന് പറയുന്നത്. കോന്നിയുടെ വിശേഷങ്ങൾ നമുക്കൊരിക്കലും അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. എൻ്റെ ചെറിയ അറിവുകൾ ചില കാലങ്ങൾ പറഞ്ഞാൽ കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 1888 സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതങ്ങനെ മനോഹരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി പ്രകൃതി രമണീയവും ജൈവ വൈവിധ്യവും നിറഞ്ഞ അയ്യന്റെ പൂങ്കാവനത്തിന്റെ ഭാഗമായ കോന്നിയുടെ മണ്ണ്, അതങ്ങനെ കരിയാട്ടത്തിനും കരിവീരന്മാർക്കും പേര് കേട്ട കോന്നിയുടെ മണ്ണ്. ഒരിക്കൽ കൂടി പറഞ്ഞാൽ 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക്
പൈതൃക സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കോന്നി എന്ന് പറയുന്നത്. കോന്നിയുടെ മറ്റ് പ്രാധാന്യങ്ങൾ നമ്മൾ അങ്ങനെ വിവരിക്കുകയാണെങ്കിൽ കോന്നി ആനകളെ കൊണ്ടുപോകുന്നതിനും സംരക്ഷിക്കുന്നതിനും പേര് കേട്ട സ്ഥലമാണ്. അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ കോന്നിയുടെ മുഴുവൻ ടൂറിസം സാധ്യതകളെയും ലോകത്തിന്റെ വാതായനങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കുന്നതിന് വേണ്ടി കോന്നിയുടെ ആധുനിക വികസന ശില്പി എന്ന് ശ്രീ ടി.കെ. സജി നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കോന്നിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുകയുള്ളൂ. കാരണം കോന്നിയുടെ മണ്ണിൽ വികസനത്തിന്റെ പുതിയ പാതകൾ ഈ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് വെട്ടി തുറന്ന കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകനാണ് അഡ്വക്കേറ്റ് കെ.യു. ജനീഷ് കുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ MLA ആയി വന്നതിന് ശേഷമാണ് കോന്നിയുടെ പൈതൃകം ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചോതുന്ന ഈ കരിയാട്ടം എന്നുള്ള സർഗചിന്ത തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുത്തതാണ്. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം അങ്ങനെ നടക്കുന്നെങ്കിൽ എറണാകുളത്ത് ഓണത്തോടനുബന്ധിച്ച് ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പാലക്കാട് മറ്റങ്ങനെ ഓരോ ജില്ലകൾക്കും ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രത്യേകതയിൽ അതിൻ്റെതായ എല്ലാവിധ വിഭവ സമാഹരണങ്ങളും മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മനോഹരമായ ദൃശ്യ സാക്ഷാത്കാരങ്ങൾ നടക്കുന്നെങ്കിൽ കോന്നിക്ക് തനതായി എടുത്തു പറയാനുണ്ടായിരുന്നത് കോന്നി ആനക്കൂടെന്ന ആ ഒരു വിശേഷണം മാത്രമാണെങ്കിൽ കോന്നിയെ ഇനി ലോകം മുന്നോട്ട് അറിയാൻ പോകുന്നത് കരിയാട്ടം എന്ന ഈ ടൂറിസം എക്സ്പോയിലൂടെ തന്നെയാണ് കോന്നിയെ ഇനി മുന്നോട്ട് അറിയാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇതാ 2ാമത് പ്രാവശ്യം കോന്നിയിൽ ടൂറിസം എക്സ്പോ നടത്തുമ്പോൾ അന്ന് ആദ്യം നമ്മൾ കണ്ടതിൽ നിന്നും എത്ര വ്യത്യസ്തമായി എത്രയധികം കായിക രൂപങ്ങളും എത്ര ദിവസത്തെ മനോഹരമായ സർഗചിന്തകളുടെ എല്ലാവിധ പ്രഖ്യാപനങ്ങളും മുഴുവൻ വാതായനങ്ങളും ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കൊടുത്തുകൊണ്ട് കോന്നിയുടെ പ്രിയങ്കരനായ ജനനായകന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 1000കണക്കിന് 500-ൽ പരം പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരന്നുകൊണ്ട് അണിയിച്ചൊരുക്കുന്ന കോന്നി ടൂറിസം എക്സ്പോ 2025 എന്ന് പറയുന്നത് കോന്നിയുടെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ പോലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദൃശ്യാനുഭവങ്ങളാണ് നൽകുന്നത്. ഓണക്കാലം എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഓണമെന്ന് പറഞ്ഞാൽ കോന്നിക്ക് ഇനി കരിയാട്ടം എന്നാണത് ശരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്. ആ രീതിയിലേക്ക് കരിയാട്ടവും അതിൻ്റെ ടൂറിസം വികസന സാധ്യതകളെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് കോന്നിയെ പത്തനംതിട്ട എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസത്തിന്റെ തലസ്ഥാനമാണെങ്കിൽ അതേ പത്തനംതിട്ടയുടെ ഹൃദയമാക്കി മാറ്റാനാണ് കോന്നിയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര മനോഹരമായി കോന്നിക്കാർക്ക് ആവേശത്തിന്റെ രാവൊരുക്കെങ്കിൽ ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പ്രിയമുള്ളവരെ. പൂരം കാണാൻ അങ്ങ് തൃശ്ശൂരും തിരുനക്കരയും പോകേണ്ട ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ ആ കാലത്തിന് ഒരു വെള്ളിക്കെട്ട് വെച്ചുകൊണ്ട് ഇവിടെ ഇതാ പൂരം കാണാൻ നിങ്ങളിനി മറ്റെങ്ങോട്ടും പോകണ്ട, നമുക്കിവിടെ കമ്പപ്പൂരം പോലെ ഒരുക്കിക്കൊണ്ട് കരിവീരന്മാരുടെ അണിനിരത്തി മനോഹരമായ കരിയാട്ടമെന്ന മെഗാ പൂരം നിങ്ങൾക്ക് മുന്നിൽ അണിയിച്ചൊരുക്കിക്കൊണ്ട് അതിൻ്റെ വിസ്മയ കാഴ്ചകൾ ഇതാ കോന്നിയുടെ മുഴുവൻ ജനങ്ങളും ഈ പുനലൂർ പൂമാറ്റുപുഴ രാജപാതയുടെ ഇരുവശങ്ങളിലുമായി ഈ മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രിയമുള്ളവരുടെ കണ്ണിലൂടെ കോന്നിയുടെ സന്തോഷം അതങ്ങനെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ലൈവ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ അടുത്ത ദൃക്സാക്ഷി വിവരണങ്ങൾക്കായി ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കോന്നി നമുക്കറിയാം നല്ല ശുദ്ധമായ കാട്ടുതേൻ കിനിഞ്ഞിറങ്ങുന്ന കോന്നിയാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ മണമുള്ള കോന്നിയാണ്. അതിലുപരി നല്ല കുന്തിരിക്കവും നല്ല മനോഹരമായ കാഴ്ചകളും ഉൾവനങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത ദൃശ്യചാരുതയുമുള്ള കോന്നിയാണ് നമുക്ക്. ആ കോന്നിയിലാണ് ഗവി ഉള്ളത്. ഗവിയുടെ പ്രത്യേകത നമുക്കറിയാം. ഓർഡിനറി എന്ന ഒറ്റ സിനിമ കൊണ്ട് ചെന്താമരക്കൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ കക്കി ഡാം കണ്ടതാണ്. മൂഴിയാറും അതുപോലെ തന്നെ കക്കാട്ടാറിൻ്റെ ഭംഗിയും അച്ചൻകോവിലാറിൻ്റെ ഭംഗിയും പമ്പയാർ ഇതിനെയെല്ലാം അരഞ്ഞാണം തീർത്തുകൊണ്ട് ഒരു ഭാഗത്തുകൂടി പോകുമ്പോൾ അച്ചൻകോവിലാറും കല്ലാറും എല്ലാം കഥ പറയുന്ന കോന്നിക്ക് കരിവീരന്മാരുടെ മറ്റൊരു കഥയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, കമ്പകത്തടി കൊണ്ട് പ്രത്യേക കൂടുകൂട്ടി അതിനകത്ത് കാട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന കരിങ്കൊമ്പനെ മെരുക്കിയെടുക്കാൻ പ്രാപ്തിയുള്ളവർ കോന്നിയിൽ ഉള്ള നാട് കോന്നി.
ആ കോന്നിക്കാർക്ക് ആനയുടെ കഥകളും ആനയുടെ സവിശേഷതകളും എല്ലാം എന്നും പ്രിയപ്പെട്ടതാണ്. കാട് കുലുക്കി നടന്ന കാട്ടുകൊമ്പന്മാരെ വരുതിയിൽ നിർത്ത കോന്നിയിൽ ഇതാ 500-ലധികം കരിവേഷധാരികൾ നിശ്ചല ദൃശ്യങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി കോന്നി പട്ടണ വീതി അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോന്നിയെ ആധുനികവൽക്കരിച്ചുകൊണ്ട് BMBC റോഡുകളും പാലങ്ങളും കലുങ്കുകളും ആശുപത്രികളും അംഗൻവാടികളും സ്കൂളുകളും മെഡിക്കൽ കോളേജും ജില്ലാ സ്പെഷ്യലൈസ് ആശുപത്രി അങ്ങനെ മനുഷ്യ ജീവിതത്തിന് വികസന സ്പർശിയായ എല്ലാം ഒരുക്കി തന്ന് കോന്നിയിലെ ജനങ്ങളെ മാറോട് ചേർത്ത് ഹൃദയത്തോട് അണച്ച പ്രിയപ്പെട്ട ജനപ്രതിനിധി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA ഈ ഓണക്കാലം വസന്തമാക്കി മാറ്റി കോന്നിയുടെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമുള്ള ജനങ്ങളെ എല്ലാം കോന്നിയുടെ നഗരഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് കരിയാട്ടത്തിൽ ആറാടിച്ച് മനസ്സുകളെ സന്തോഷിപ്പിച്ച് വികസനവും വിജ്ഞാനവും സന്തോഷവും പകർന്നു നൽകിയ കരിയാട്ടത്തിന്റെ 10 ദിനങ്ങൾ സമ്മാനിച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അഭിമാനപൂർവ്വം കോന്നിയുടെ പൈതൃകവും കോന്നിയുടെ സംസ്കാരവും ലോകത്തിന് മുകളിൽ വിളിച്ചോതുവാൻ അഭിമാനപൂർവ്വം അണിയിച്ചൊരുക്കിയ കരിയാട്ടം ഇതാ കോന്നി പട്ടണ വീതികളെ അലങ്കരിച്ചുകൊണ്ട് റോഡിന് ഇരുവശവും നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ കണ്ണുകളിൽ കുളിർമ പകർന്നുകൊണ്ട് 500-ലധികം കരിവേഷധാരികൾ ആനയുടെ വേഷത്തിൽ വശ്യമനോഹരമായ നൃത്തം വെച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് മനോഷ്യ സാഗരം തീർത്തിരിക്കുന്ന കോന്നിയിലേട്ട് കരിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്ര കടന്നു വരുമ്പോൾ ഇതാ കോന്നി സെൻട്രൽ ജംഗ്ഷനിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്താണത്? ജനസമുദ്രമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പറയുവാൻ കഴിയുന്നത്. ഇത്രമാത്രം ജനം ഇത് എവിടെ നിന്ന് ഒഴുകിയെത്തുന്നു കോന്നിയിലേക്ക്. കോന്നിയുടെ പേരും പെരുമയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജില്ലയും കടന്ന് സംസ്ഥാനവും കടന്ന് ആകാശവീതികൾ കടന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഇതാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ, കോന്നിക്കാർ, ചിറ്റാറുകാർ, തണ്ണിത്തോടുകാർ, അരുവാപ്പുലങ്കാർ, അങ്ങനെ കോന്നി മണ്ഡലത്തിലെ ഇവിടെ നിന്നും പറന്ന് ജീവിതയാത്രയിൽ അഭയം തേടി ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇരുന്നവർ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തത്സമയം. പ്രിയപ്പെട്ടവരെ, കോന്നിയെ മനോഹരമാക്കിക്കൊണ്ട് താളരാജാക്കന്മാർ, മേളരാജാക്കന്മാർ അകമ്പടി സേവിച്ചുകൊണ്ടുള്ള കോന്നി കരിയാട്ടം 500-ലധികം കരിവീരന്മാരുടെ വേഷധാരികളായ കലാകാരന്മാർ വശ്യമനോഹരമായ നൃത്തച്ചുവടുമായി കോന്നിയുടെ സംസ്കാരവും പൈതൃകവും എല്ലാം ലോകത്തിനു മുമ്പിൽ വിളിച്ചോതിക്കൊണ്ട് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA അണിയിച്ചൊരുക്കിയ കരിയാട്ടം എന്ന മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് കോന്നി പട്ടണ വീതികളെ അലങ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ടൂറിസം, വ്യവസായ, കാർഷിക പ്രദർശന, വിപണനമേള, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ, ഓണാഘോഷം, തൊഴിൽമേള, ഭക്ഷണമേള, കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരം, അങ്ങനെ മത്സരങ്ങളും കലാപരിപാടികളും എല്ലാം നിറഞ്ഞ 10 ദിനരാത്രങ്ങൾ സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA നേതൃത്വത്തിലുള്ള കരിയാട്ട സമാപന സാംസ്കാരിക ഘോഷയാത്ര കോന്നിയുടെ മണ്ണും മനസ്സും ഹൃദയങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരുന്നു. മനോഹരമായ ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ എൻ്റെ തുടർന്നുള്ള വിവരണത്തിനായി ശ്രീ സജി കോട്ടയത്തിന് മൈക്ക് കൈമാറുന്നു. താങ്ക് യു ശ്രീ സജി ചിറ്റാർ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായി ആടിത്തിമർത്ത് കടന്നു വരുന്ന കരിവീരന്മാർ അങ്ങനെ നമ്മളുടെ മുന്നിൽ ജീവനുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ അതങ്ങനെ ആടിത്തിമർന്ന് കടന്നു വരുമ്പോൾ ഒരു കാലഘട്ടം, വീണ്ടും പഴയ ആ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ കോന്നിയുടെ പൈതൃകങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പൈതൃകം അങ്ങനെ മറന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയ പൈതൃക കാലഘട്ടം പിടിച്ചു നിർത്താൻ, അത് ടൂറിസം വികസനത്തിന്റെ സാധ്യതകളിലേക്ക് എത്തിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കരിയാട്ടമാണ് അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് കോന്നിയുടെ പ്രിയപ്പെട്ടവർ ആ അസുലഭ നിമിഷങ്ങൾ ആസ്വദിക്കാൻ കടന്നു വന്ന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനസഞ്ചയങ്ങളെയും സാക്ഷിയാക്കിയ ആ ഘോഷയാത്ര അങ്ങനെ കടന്നു വരികയാണ്. മാനവികതയുടെയും പൂർണിമ വിളിച്ചോതുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വാക്യവിശാലതയിൽ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ഒക്കെ പകർന്നു നൽകിയ ധർമ്മവിശുദ്ധിയുടെ എണ്ണ പറ്റാത്ത വിളക്ക് തെളിച്ച് ആഗസ്റ്റ് 30 ഇവിടെ തിരിതെളിച്ച
കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകന്റെ നേതൃത്വത്തിൽ നിരവധി പേരുടെ കഷ്ടപ്പാടിന്റെ, നിരവധി പേരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നെത്തുമ്പോൾ ഇതാ കോന്നി മുഴുവൻ, കോന്നി എന്നല്ല പത്തനംതിട്ട മുഴുവൻ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള എത്രയധികം ആളുകളാണ് ഈ മലയോര ഹൈവേയുടെ ഇരുവശത്തുമായി നിലയുറപ്പിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആ പൈതൃകവും കരിയാട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് നടത്തപ്പെടുന്നെങ്കിൽ മനോഹരമായ കാഴ്ച കാണാൻ അതങ്ങനെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. എലിയറക്കൽ ജംഗ്ഷനിൽ അമൃത സ്കൂളിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച് റിപ്പബ്ലിക്കൻ സ്കൂളിലും ഫയർ സ്റ്റേഷൻ അവിടെ നിന്നെല്ലാമുള്ള ഘോഷയാത്രകൾ ഒന്നിച്ച് അവസാനം അതങ്ങനെ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ അകമ്പടിയായി ഓരോ 30 ഗജവീജന്മാർക്കും അകമ്പടിയായിക്കൊണ്ട് താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പീലി തിരുമുടിയുടെ കാവടി ഘോഷയാത്രകള്, ഒപ്പം കരകാട്ടം ഉൾപ്പെടെയുള്ള മനോഹരമായ ദൃശ്യവിസ്മയങ്ങളുമായി കടന്നു വരുന്ന ഈ ഘോഷയാത്ര കോന്നിക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പുത്തൻ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ നോക്കൂ, കോന്നിയുടെ മണ്ണിലെ സർവ്വ മണ്ണും മനസ്സും അങ്ങനെ ആകാശത്തിന് മുന്നിലേക്ക് ഞാൻ കാണാത്ത ഒരു വിശിഷ്ടത ഇതാ ഇവിടെ സംഭവിക്കുന്നു. എന്താണെന്ന് അവരങ്ങനെ തിരിച്ചറിയാൻ നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ കോവിലാറിന്റെ ജലസമൃദ്ധി പോലും ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുകയാണ്. കോന്നിയുടെ വിശേഷങ്ങൾ, കോന്നിയുടെ മഹത്വങ്ങൾ അതങ്ങനെ ലോകത്തിന് മുന്നിലേക്ക് വാതായനങ്ങളായി മലർക്ക് തുറന്നുകൊണ്ട് കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ടൂറിസം എക്സ്പോ 2025 കരിയാട്ടം അതിന്റെ പോകുമ്പോൾ മനസ്സിലൊരിക്കലും നമ്മൾ ഇതുവരെയും ഓണമെന്ന് പറയുമ്പോൾ കോന്നിക്കാരിനി പറയാൻ പോകുന്നത് കരിയാട്ടം എന്നാണ് പറയാൻ പോകുന്നത്. ആ രീതിയിലേക്ക് ഈ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് കരിയാട്ടത്തെ കോന്നിക്കാരുടെ മനസ്സിന്റെ ഉള്ളകങ്ങളുടെ അങ്ങാഴങ്ങളിലേക്ക് വരച്ച് ചേർത്ത ഒരു പൊൻചിത്രമായി മാറ്റാൻ ഇതിന്റെ സംഘാടകനായ പ്രിയപ്പെട്ട KU ജനീഷ് കുമാറിനും അദ്ദേഹത്തിനോ ഒപ്പം പ്രവർത്തിച്ചവർക്കും കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പൂർണ്ണതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എത്ര മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ. നോക്കൂ, മനോഹരമായ ഒരു ബാനർ പിടിച്ച് ഇതിന്റെ നെടുനായകന്മാരെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു ഘോഷയാത്ര. അതിന് പിന്നിലായി കോന്നിയുടെ പഴയ ചരിത്രം വീണ്ടും ഒന്ന് വിളമ്പിക്കൊണ്ട് കോന്നിയുടെ മണ്ണിൽ നിന്നും രാജകുടുംബം അങ്ങ് പന്തളത്തിന്റെ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരാനായി കോന്നിയുടെ പ്രിയപ്പെട്ടവർ പന്തളത്തേക്ക് പോയി ജീവനുള്ള കരികൾക്കൊപ്പം തന്നെ കരിവേഷധാരികളായ പ്രിയപ്പെട്ടവരും ചേർന്ന് മനോഹരമായ അങ്ങനെ ആ കരിക്കൊമ്പനെ തിരിച്ച് കോന്നിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതിന്റെ അതേ ദൃശ്യവിസ്മയ കാഴ്ചകൾ ഒരുക്കി ഇതാ ആഘോഷ ഘോഷയാത്ര കടന്നു വരുമ്പോൾ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സജി, ആ ഘോഷയാത്രയുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോന്നിയുടെ ഒറ്റക്കൊമ്പൻ ഇറങ്ങി ചിഹ്നം വിളിച്ച് അലറി വരുന്ന കാട്ടുകൊമ്പന്മാരെ മെരുക്കിയെടുത്ത കോന്നിക്കാരുടെ ആവേശങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് മെരുക്കിയെടുത്ത കോന്നിയുടെ ഒറ്റക്കൊമ്പനാണ് ഇത് നയിക്കുന്നത്. ഇതിനൊരിക്കലും ഒരു പിന്നോട്ടില്ല, ഇതിന്
അങ്ങനെ ആയിരങ്ങളെ അണിനിരത്തി മനോഹരമായ ഇലഞ്ഞിത്തറ മേളം പോലെ മനോഹരമായ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കോന്നിയുടെ പൊടിപൂരമാക്കി മാറ്റിക്കൊണ്ട് കരിയാട്ടം 2025 ടൂറിസം എക്സ്പോയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ കാഴ്ചകളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉത്സവ പറമ്പുകളിൽ ഇങ്ങനെ തിടമ്പേറ്റ് നിൽക്കുന്ന ആനകളെ കാണാൻ എന്ത് ചന്തമാണല്ലേ. ആ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ മസ്തകം ഇങ്ങനെ കുലുക്കി ആ കൊമ്പുകളൊക്കെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ഉയർത്തി ഇങ്ങനെ ഇതാ ആ ഉത്സവ പറമ്പുകളിൽ ആനകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആനകളെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ആനകളെ മനുഷ്യൻ അനുകൂലമായി പരിശീലിപ്പിച്ചെടുത്ത ചരിത്രമുള്ള 1942 കോന്നിയിൽ ആനക്കൂട് പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു. 1977 വരെ ആനപിടുത്തത്തിന്റെ ചരിത്രമുള്ള കോന്നിയിൽ ഇതാ കോന്നിയിൽ കാടിളക്കി നടന്ന ഒറ്റ കൊമ്പന്മാരെയും കാട്ടുകൊമ്പന്മാരെയും പിടിച്ചു മെരുക്കി ഈ കരിയാട്ട വേദിയിലേക്ക് മനോഹര ദൃശ്യചാരുതയോടുകൂടി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ എന്ന ഈ ആധുനിക കോന്നിയുടെ വികസന ശില്പി അണിയിച്ചൊരുക്കിയ കരിയാട്ടത്തിന്റെ മഹാഘോഷയാത്ര ഇതാ കോന്നി സെൻട്രൽ ജംഗ്ഷനിലേക്ക് അലിഞ്ഞു ചേരുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കോന്നി സെൻട്രൽ ജംഗ്ഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ മഹത്തായ ആനക്കൂട്. ആ ആനക്കൂടിന്റെ ചരിത്രമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. ആനക്കൂടിനോട് ചേർന്നിതാ നമ്മുടെ കരിയാട്ടത്തിന്റെ മഹാഘോഷയാത്ര എലിയറയ്ക്കിൽ നിന്നും ആരംഭിച്ച് ഫയർ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് 2 ഘോഷയാത്രകളും അല്പസമയത്തിനുള്ളിൽ കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ സമന്വയിക്കുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ട സജി, ഈ ആളുകളൊക്കെ ഇത് എവിടെ നിന്ന് ഒഴുകിയെത്തിയതാണെന്ന് ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇത്രമാത്രം ആളുകളെ കൊള്ളുവാനുള്ള ശേഷി, ഇത്രമാത്രം ആളുകളെ ആവാഹിക്കുവാനുള്ള ശേഷി നമ്മുടെ ഈ സുന്ദരമായ കോന്നിക്കുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതാ വിവിധ ദേശങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുമായ അമ്മമാർ, വിവിധ ദേശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര, ഇതാ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ, കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വന്ന് അണിചേരുകയാണ് ഈ കരിയാട്ട മഹോത്സവത്തിൽ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 ദിനരാത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കോന്നിയിൽ ഉത്സവത്തിന്റെ ഛായ സൃഷ്ടിച്ചുകൊണ്ട് മനോഹരമായി അണിയിച്ചൊരുക്കി ഈ കോന്നിയുടെ സംസ്കാരവും പൈതൃകവും ടൂറിസം സാധ്യതകളും ലോകത്തിന് നെറുകയിൽ അവതരിപ്പിക്കുവാൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA അഭിമാനപൂർവ്വം ടൂറിസം, വ്യവസായ, കാർഷിക, പ്രദർശന, വിപണന മേള, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ കോർത്തിണക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 10 ദിവസക്കാലം നമ്മളെ ആഘോഷത്തിന്റെ രാവ് ഉയർത്തിയത്. ആ ആഘോഷ രാവ് ഉയർത്തുവാൻ ചുക്കാൻ പിടിച്ച ഈ നാടിന്റെ ജനപ്രതിനിധി, ഈ നാടിന്റെ ജനനായകൻ, ആധുനിക കോന്നിയുടെ ശില്പി, BMBC റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ആശുപത്രികൾ, അംഗൻവാടികൾ, നഴ്സിംഗ് സ്കൂള്, മെഡിക്കൽ കോളേജ്, ചിറ്റാറിൽ ജില്ലാ സ്പെഷ്യലൈസ് ആശുപത്രി, അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വികസനം എന്താണോ അതെല്ലാം നമ്മൾ സ്വപ്നം കാണുന്നതിന് മുമ്പേ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കി തന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ജനകീയൻ, ജനപ്രതിനിധി, പ്രിയപ്പെട്ട KU ജനീഷ് കുമാർ ഇങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സാംസ്കാരിക ഘോഷയാത്ര ഇങ്ങനെ കടന്നു വരുമ്പോൾ മുമ്പെങ്ങുമില്ലാത്തൊരു ദൃശ്യചാരുതയാണ് ഇപ്പോൾ കോന്നിക്ക്. കോന്നി ഒരുപാട് സുന്ദരിയായിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രകൃതി അതിന്റെ സൗന്ദര്യം തിടംപേറ്റി നിൽക്കുന്ന ഗവി ഈ കോന്നി മണ്ഡലത്തിലാണ്. ഇതാ കക്കാട്ടാറിന്റെ ഓളപ്പരപ്പുകൾ കൂടി കേരളത്തിന്റെ ഊർജ്ജ കലവറയിലേക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മൂഴിയാർ ശബരിഗിരി ജലവൈദ്യുതി നിലയം നമ്മുടെ മണ്ഡലത്തിലാണ്. പ്രിയപ്പെട്ടവരെ കല്ലാറ്റിന്റെ ഓളപ്പരപ്പുകളിൽ തുഴയെറിയുന്ന അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം നമ്മുടെ മണ്ഡലത്തിലാണ്. ഇതാ നാടിനോട് കഥ പറയുന്ന കാട്ടാത്തിപ്പാറ, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാറയുടെ വിസ്മയം തീർത്തുകൊണ്ട് കോന്നി മണ്ഡലത്തെ അലങ്കരിച്ചിരിക്കുന്ന കാട്ടാത്തിപ്പാറ നമ്മുടെ മണ്ഡലത്തിലാണ്. ഇതാ മൺപിലാവിലെ പാലരുവിയും ചതുരക്കള്ളിപ്പാറയും കോട്ടപ്പാറയും ഇങ്ങനെ പേരുവാലിയിലെ വനവാസ കേന്ദ്രവും തേക്കുതോട്ടിലെ പാലരുവിയും പൂച്ചക്കുളം തേനരുവിയും എല്ലാം നമ്മുടെ ടൂറിസത്തിന്റെ പ്രത്യേകതയാണെന്ന് ലോകത്തിന് മുകളിൽ വിളിച്ചോതുവാൻ കരിയാട്ടമൊരുക്കിയ കരിയാട്ടത്തിന്റെ ശില്പി നേതൃത്വം നൽകുന്ന മഹാഘോഷയാത്ര കോന്നി സെൻട്രൽ ജംഗ്ഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന മനോഹരമായ ദൃശ്യമാണ്. റോഡിനിരുവശവും നമുക്കറിയാം 10,000ങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്. കോന്നിയുടെ ചരിത്രം ഇതേവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരം. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയാണ് ഓണത്തിന്റെ വാരാഘോഷത്തിന്റെ സമാപനം.
ഈ കോന്നി നിങ്ങളെ മാടി വിളിക്കുകയാണ്. സൗന്ദര്യം പ്രകൃതിയിൽ തുടമ്പേറ്റ് നിൽക്കുന്ന കോന്നി, ഒട്ടനവധി പ്രൗഢിയുള്ള ആനക്കൂടിന്റെ കഥ പറയുന്ന കോന്നിയുടെ മടിത്തട്ടിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അണിനിരന്നിരിക്കുന്ന മനോഹരമായ ദൃശ്യവിസ്മയം കാണുവാൻ ലോകമേ കോന്നിയിലേക്ക് കടന്നു വരൂ. ഈ മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കൂ, ആസ്വദിക്കൂ. താങ്ക് യു സജി. ഇതാ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിൽ അങ്ങനെ ആ കരിവേഷധാരികൾ അങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് മനോഹരമായ പഴയ കാലത്തെ കരിയാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടതാ കരിവേഷധാരികൾ നിരന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് നോക്കൂ, മനോഹരമായ 999 കുന്നുകളുടെ ദേവനായ കല്ലേലി അപ്പൂപ്പന്റെ ആശീർവാദങ്ങൾ ഉൾക്കൊള്ളുന്ന കോന്നിയുടെ മണ്ണിൽ, കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിൽ എത്തി നിൽക്കുമ്പോൾ ഇതങ്ങനെ തിരുനക്കര തേവരുടെ മുന്നിൽ ആവേശത്തിന് മാറ്റുകൂട്ടാനായി കടന്നു വന്ന ഗജഗുണരാജഭട്ട പ്രജാപതികളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിന് മുന്നിലേക്ക് എഴുതി ചേർത്ത് കടന്നു പോകുന്ന പോലെ ഈ നാടിന്റെ മുഖ സൗന്ദര്യം ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചോതുവാൻ, ഈ നാടിന്റെ കലാകായിക പൈതൃകമോദിന്റെ സംസ്കാരവും ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയുടെ ടൂറിസത്തിന്റെ പ്രൊമോഷൻ വേണ്ടി നടത്തപ്പെടുന്ന ഈ ടൂറിസം പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇതാ കോന്നിയുടെ മനോഹരമായ ദൃശ്യവിസ്മയമായി സെൻട്രൽ ജംഗ്ഷൻ അങ്ങനെ നിറഞ്ഞു കവിയുമ്പോൾ ഇതാ ഇതുപോലെ ഒരാൾക്കൂട്ടം ഇതിനു മുൻപ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്നെങ്കിൽ അത് നിങ്ങൾക്കറിയാം. അത് ഓണക്കാലത്ത് നമ്മൾ ആറന്മുള വള്ളംകളിയിൽ കാണുന്നു. പിന്നെ നമുക്ക് അടുത്ത് കാണാവുന്നത് തൊട്ടടുത്ത ദേശങ്ങളിലേക്ക് പോയാൽ എരുമേലിയിൽ അങ്ങനെ അമ്പലപ്പുഴയും ആലങ്ങാട്ടുകാരും വേട്ടകെട്ടിന് കാണുന്ന പോലെയുള്ള ഒരു ദൃശ്യം. അതാ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷൻ നിറഞ്ഞ് കവിഞ്ഞ്, കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷൻ നിറഞ്ഞ് കവിഞ്ഞ് അങ്ങനെ ജനസാഗരം അങ്ങനെ അലയടിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതാ കോന്നിക്ക് തൊട്ടപ്പുറത്ത് നമ്മൾ അങ്ങനെ കാണുമ്പോൾ 2-3 ചെറിയ അണക്കെട്ടുകൾ, ഇതിന് മുകളിലായി അങ്ങനെ ശബരിഗിരിയുടെ ഒമ്പരൊരു അണക്കെട്ടിൽ അങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ കാട്ടു ജലത്തെ മുഴുവൻ ഒരൊറ്റ മിനിറ്റ് തുറന്നു വിട്ടതുപോലെ കോന്നിയുടെ മുഴുവൻ ജനസാഗരവും ഇതാ ഈ സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. അവർക്ക് മനോഹരമായ കാഴ്ച വിസ്മയങ്ങളുടെ ദൃശ്യമനോഹര ചാരുത ഒരുക്കിക്കൊണ്ട് കരിയാട്ടത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അണിയിച്ചൊരുക്കിയ കരിവീരന്മാരങ്ങനെ നടന്നു വരുമ്പോൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് കലിയുഗ സുന്ദര ശേഷനായ ചൂരൂർ മഠം രാജശേഖരൻ അതിന് അകമ്പടി സേവിച്ച് കടന്നു വരുമ്പോൾ അതിൻ്റെ എല്ലാം മുന്നിലായി നിന്നുകൊണ്ട് പ്രിയങ്കരനായ കോന്നിയുടെ ജനനായകൻ അങ്ങനെ തലയെടുപ്പുള്ള കോന്നി സുരേന്ദ്രന്റെ അതേ തലയെടുപ്പുമായി മനോഹരമായി മുന്നിൽ നിന്നുകൊണ്ട് ഈ കരിയാട്ട ഘോഷയാത്രയെ നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇത് സെൻട്രൽ ജംഗ്ഷനിന്റെ മുന്നിലായി ഇതാ കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ പൂരത്തിന് പെരുമഴ തീർക്കുന്ന ഇലഞ്ഞിത്തറമേള വാദ്യക്കാരെ പോലെ അങ്ങനെ നിരവധി വാദ്യഘോഷധാരികൾ അങ്ങനെ താളത്തിൽ കായമ്പകയുടെ പകിട്ട് തീർക്കുന്ന മനോഹര കാഴ്ചയിലേക്ക് കോന്നിയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ആനയെ ഒരു മുഖ്യ ആകർഷണ കേന്ദ്രമാക്കി കരിയാട്ടം എന്ന കലാരൂപത്തെ വീണ്ടും ലോകത്തിന്റെ മുന്നിലേക്ക് കോന്നിയുടെ ടൂറിസം സാധ്യതകൾക്ക് പുത്തൻ പുതിയ വിപണന സാധ്യതകൾ വിളിച്ചോതിക്കൊണ്ട് നടത്തപ്പെടുന്ന കരിയാട്ടം 2025 ടൂറിസം എക്സ്പോ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കോന്നിയുടെ മലയോര ജനത, മലയോര റാണിയായ കോന്നിയുടെ പ്രിയങ്കരങ്ങളായ മുഴുവൻ മലയോര ജനതയും ഇതാ ഈ കോന്നിയുടെ നടുമുറ്റത്ത് അങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് നോക്കി കാണൂ. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത്. ആവേശം തുടിക്കുന്ന രീതിയിൽ കോന്നിയുടെ മുഴുവൻ ആളുകളും ഇതാ ഈ സെൻട്രൽ ജംഗ്ഷനിൽ തടിച്ചുകൂടി അടുത്ത പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ കോന്നി എന്ന മനോഹരമായ ഇന്ന് കോന്നിക്ക് വളരെ ഒരു സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന് പോലെ തോന്നുന്നു. കോന്നിയുടെ കവിൾത്തടങ്ങളെല്ലാം ചുവന്ന് തുടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോന്നിക്ക് മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുമോ? അതിനൊരു കാരണമുണ്ട്. ചുമ്മാതൊന്നും കോന്നിയിലേക്ക് ആള് വന്നതല്ല. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി വികസന മുരടിപ്പിൽ കിടന്ന കോന്നിയെ ഇത്തരത്തിൽ അണിയിച്ചൊരുക്കിയ ഒരു ജനകീയ ജനപ്രതിനിധിയുടെ ഇടപെടലാണ്
ഇത്തരത്തിൽ ഈ കോന്നിയുടെ നാനാദേശങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും കോന്നിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഏനാദിമംഗലം പഞ്ചായത്തുണ്ട്, കലഞ്ഞൂര്, പ്രമാടം, വള്ളിക്കോട്, അരുവാപ്പുലം, കോന്നി പഞ്ചായത്തുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ സീതത്തോട്, ചിറ്റാറ്, തണ്ണിത്തോട്, മൈലപ്ര, മലയാലപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം ചേർന്ന് സമ്പന്നമാക്കിയിരിക്കുകയാണ് നമ്മുടെ കരിയാട്ടത്തെ. പ്രിയപ്പെട്ടവരെ, ഈ ജനങ്ങളെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുവാൻ മാന്ത്രികതയൊന്നുമല്ല പ്രയോഗിച്ചത്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനം ജനങ്ങൾ ആഗ്രഹിച്ച സമയത്ത് കൃത്യമായ രീതിയിൽ ഈ മണ്ണിൽ അവതരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ മാജിക്കാണ്. അത് BMBC റോഡുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, കലുങ്ങുകൾ, ആശുപത്രികൾ, അംഗൻവാടികൾ, സ്കൂളുകൾ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സ്കൂള്, ജില്ലാ സ്പെഷ്യലൈസ് ആശുപത്രി, എന്തൊക്കെ വേണം. ഈ നാട്ടിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിച്ചു തീരുന്നതിനിപ്പുറം യാഥാർത്ഥ്യമാക്കി തരുകയാണ്. 100 ദിവസം എടുത്തില്ല സീതത്തോട്ടിലൊരു പാലം തീരുവാൻ. അത്തരത്തിൽ വികസനത്തോടൊപ്പം നിൽക്കുന്ന ജനകീയ ജനപ്രതിനിധി ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തരായ കുടുംബങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള ആളുകൾ എല്ലാവരും കോന്നിയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു മനുഷ്യരും ഒരുമയുടെ സന്ദേശവുമുള്ള ഒരു പുതിയ സംസ്കാരത്തെ സ്ഫുടം ചെയ്തെടുത്ത് കേരളത്തിന്റെ നെറുകയിലേക്ക് പാറിപ്പറത്തിവിടുന്ന മനോഹരമായ ദൃശ്യമാണ് കരിയാട്ടം എന്ന സാംസ്കാരിക ഉത്സവത്തിലൂടെ കേരളത്തിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്ന പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ഗവിയും അടവിയും കാട്ടാത്തിപ്പാറയും മൺപിലാവരിയും മൂഴിയാർ പവർ ഹൗസും അച്ചൻകോവിലാറും കല്ലാറും കക്കാട്ടാറും ഇതിനെല്ലാം പൊന്നരഞ്ഞാണം തീർത്തുകൊണ്ട് പമ്പയാറും കടമ്പനിട്ട കവിതയും കോലവും തെയ്യവും തിറയും ചതുരക്കള്ളിപ്പാറയും കോട്ടപ്പാറയും പേരുവേലി വനവാസ കേന്ദ്രവും തേക്കുതോട് പാലരുവിയും പൂച്ചക്കുളം തേനരുവിയും, അങ്ങനെ വേണ്ട വൈവിധ്യങ്ങൾ നിറഞ്ഞ കോന്നിയിൽ വൈവിധ്യങ്ങളുടെ ആഘോഷമൊരുക്കിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ. മനുഷ്യ മഹാസാഗരം അക്ഷരാർത്ഥത്തിൽ കോന്നിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ നയന മനോഹരമായ കാഴ്ച കാണുവാൻ പ്രിയപ്പെട്ട ലോകമേ ഇങ്ങോട്ട് കണ്ടു തുറക്കുവിൻ. കോന്നിയിലാണ് ഉത്സവം, മനുഷ്യ മനസ്സുകളുടെ ഉത്സവം. കോന്നിയിലാണ് ഉത്സവം, ഓണത്തിന്റെ ഉത്സവം. ജില്ലാ ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടിയായി ഔദ്യോഗികമായി സംസ്ഥാന ടൂറിസവും സാംസ്കാരവും വ്യവസായവും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫോക്ലോർ അക്കാദമിയും മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കോന്നി കരിയാട്ടം എക്സ്പോയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മഹാഘോഷയാത്ര കോന്നി സെൻട്രൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സെൻട്രൽ ജംഗ്ഷൻ മനുഷ്യ മഹാസാഗരമായി മാറി. ഈ മനുഷ്യ മഹാസാഗരമായി മാറിയത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇടവഴികളിലൂടെ അല്പം മുമ്പ് നടന്നു വന്ന ചലനങ്ങൾ, ആളനക്കങ്ങൾ, അതെല്ലാം ചെറിയ ചെറിയ നദികളായി പിന്നെ ഇതാ കോന്നി എന്ന് പറയുന്ന മനുഷ്യ സാഗരമാക്കി മാറ്റിയ കോന്നിയിലേക്ക് ഒഴുകി വന്നിരുന്ന ആ നദികളാണിപ്പോൾ ഈ കോന്നിയിൽ ഒരു മഹാസാഗരമായി മാറി. കണ്ണിനും മനസ്സിനും മനോഹരമായ ദൃശ്യചാരുത പകർന്നുകൊണ്ട് കോന്നി പട്ടണത്തിന്റെ വീഥികളെ അലങ്കരിച്ചുകൊണ്ട് മേള രാജാക്കന്മാരാണ്. നമുക്കറിയാം 18 മലയ്ക്കപ്പുറവും കേൾക്കുന്ന ചെണ്ട. ആ ചെണ്ടയുടെ നാദവിസ്മയത്തിൽ കോന്നി ഇങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. ഇലത്താളത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ ലഹരിയിൽ കോന്നി ആറാടുകയാണ്. ആ പഞ്ചവാദ്യത്തിന്റെയും ഇലത്താളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും മയിലാട്ടത്തിന്റെയും മാനാട്ടത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും കരകയാട്ടത്തിന്റെയും അകമ്പടിയോടുകൂടി നമ്മുടെ ഗജവീരന്മാർ ഇങ്ങനെ മസ്തകം കുലുക്കി കൊമ്പുകൾ ഇളക്കിയാട്ടി ആ തുമ്പിക്കൈകൾ ഉയർത്തി റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ജനലക്ഷങ്ങൾക്ക് ആശ്വാസവും ഓണാഘോഷവും ഓണാശംസകളും പകർന്നു നൽകിക്കൊണ്ടുള്ള മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. പ്രിയപ്പെട്ട രാജേഷ് സാറേ, 2 വാക്ക് സാറൊന്ന് പറ, കോന്നി ഒന്ന് കേൾക്കട്ടെ. ഈ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ആവേശത്തിലാണ് കോന്നി ജനത എന്നത്. 10 ദിനരാത്രങ്ങളായി നടന്ന കരിയാട്ടം ടൂറിസം എക്സ്പോയാണ് ഇന്ന് കരിയാട്ടം കലാരൂപം അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർത്തിരിക്കുന്നത്. കോന്നി നിവാസികളുടെ നീണ്ട കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ഇന്ന് കരിയാട്ടം ഘോഷയാത്രയിലൂടെ സഫലമാകുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണ് കോന്നി നിവാസികൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ 500-ലധികം
ആനവേഷധാരികളാണ് ഇവിടെ ചുവട് വെക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സെൻട്രൽ ജംഗ്ഷനിൽ അതിൻ്റെ ഒരു പ്രദർശനം ഉണ്ടാകും. ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷനിലേക്ക് 500 ആനവേഷധാരികൾ എത്തിയിരിക്കുകയാണ്. അമൃത ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയും അതിനോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിൽ നിന്നുകൂടി ഫയർ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയും റിപ്പബ്ലിക്കൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയുമാണ് സെൻട്രൽ ജംഗ്ഷനിലേക്ക് വന്ന് ചേരുന്നത്. ഈ സെൻട്രൽ ജംഗ്ഷനിൽ വന്ന് ചേർന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഈ 500 ആനവേഷധാരികൾ വളരെ മനോഹരമായ കരിയാട്ടത്തിന് അതിൻ്റെ ദൃശ്യവിസ്മയം തീർക്കാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന് ഭംഗി നൽകുന്നതിന് വേണ്ടി ഗജവീരൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചൂരൂർ മഠം രാജശേഖരനും ഒപ്പമുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സജി കോട്ടയം നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു രാജേഷ് ജി. മനോഹരമായ ആ ദൃശ്യവിസ്മയം കാണാൻ കണ്ണിങ്ങനെ തുടിച്ച് നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് പ്രിയപ്പെട്ട രാജേഷ് ജി, പ്രിയപ്പെട്ട സഖി? ഇതിനെ വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. പറയാനാവുന്നത് ഇത്ര മാത്രമാണ്. വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച് അരയിലൊറ്റ മുണ്ടുമായി തിണ്ണമേലമരുമെന്നതാങ്ങി മുക്കണ്ണനേകി വിഴികൾക്കൊരു ഉത്സവമെന്ന് മഹാകവി വള്ളത്തോള് പാടിയെങ്കിൽ കോന്നിയുടെ പ്രിയങ്കരങ്ങളായ ജനങ്ങൾക്ക് ആവേശത്തിന്റെ കണ്ണുകൾക്ക് മിഴികൾക്ക് മനോഹരമായ ഉത്സവ കാഴ്ചയൊരുക്കി. പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഇനിയും ഇതുപോലൊരു ആഘോഷം ഓണത്തിന് ഉത്രട്ടാതിയിൽ വള്ളംകളിക്കാണ് കാണുന്നതെങ്കിൽ കോന്നിയുടെ മണ്ണിലെ ഒരു വള്ളംകളിയുടെ മഹോത്സവത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വീണ്ടും മനോഹരമായ ദൃശ്യവിസ്മയം നിങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാണ്. അവരെ മനോഹരമായി അവർക്ക് മുന്നിലേക്ക് ഈ ലോകത്തിന്റെ വിസ്മയ കാഴ്ചകളെ വിളിച്ചോതാൻ കടന്നു വന്ന പ്രിയപ്പെട്ട കരിയാട്ടത്തിന്റെ കൂട്ടുകാരിതാ കരിയാട്ടം അതങ്ങനെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ ദാ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും അങ്ങനെ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് ചുരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, കോന്നിക്കും പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും കാഴ്ചകൾ അതങ്ങനെ ലൈവായും നേരിട്ടും അല്ലാതെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും അങ്ങനെ ലോകത്തിന്റെ മലയാളികളുടെ മുഴുവൻ കണ്ണുകളും അതങ്ങനെ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആലങ്ങാട്ടുകാരും അമ്പലപ്പുഴക്കാരും അങ്ങനെ പേട്ടയ്ക്ക് എരുമേലിയിൽ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ആകാശത്ത് വട്ടമിട്ട് ചെമ്പരുന്തുകൾ പറക്കുന്നെങ്കിൽ അതിന് പകരമായി ഇതാ നിങ്ങൾ നോക്കൂ, ഇവിടെ ആകാശത്ത് അങ്ങനെ പറക്കുന്നത് മറ്റ് ദൃശ്യമാധ്യമ സാങ്കേതിക ഉപകരണങ്ങൾ അത് ആകാശത്തിന് മുകളിലൂടെ പറന്ന് നടക്കുന്ന കാഴ്ച. ഇതങ്ങനെ ലോകത്തിന്റെ മുന്നിലേക്ക് കോന്നിയുടെ മനോഹര കാഴ്ചകളും അതിനപ്പുറമുള്ള ദൃശ്യവിസ്മയങ്ങളും ടൂറിസത്തിന്റെ വിപണന സാധ്യതകളുമെല്ലാം ലോകത്തിന് മുന്നിൽ വിളിച്ചോതാൻ കോന്നിയുടെ പ്രിയങ്കരനായ MLA, കോന്നിയുടെ ഒറ്റക്കൊമ്പൻ, കോന്നിയുടെ പ്രിയപ്പെട്ടവൻ, കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകൻ, കോന്നിക്ക് വികസനത്തിന്റെ സാധ്യതകൾ വെട്ടി തുറന്നുകൊണ്ട് പുത്തൻ പുതിയ പാതയൊരുക്കിക്കൊണ്ട് ഈ മലയോര പാതയുടെ ഇരുപുറങ്ങളുമായി കാത്തു നിൽക്കുന്ന ജനങ്ങളെ ആവേശഭരിതമാക്കിക്കൊണ്ട് കരിയാട്ടം 2025 ആവേശകരമായ ഘോഷയാത്ര അതാ അതിന്റെ മുന്നിലേക്ക് നിങ്ങൾ നോക്കൂ. ലോകത്തിന് എന്നും മാതൃകയാകുന്ന കേരളത്തിന്റെ തനത് കലാശൈലി കഥകളിയും ഓട്ടൻതുള്ളലും അതിന്റെ വേഷധാരികൾ അങ്ങനെ മുന്നിൽ വരുമ്പോൾ അതിന്റെ പിന്നിലായി അതാ മനോഹരമായ തലയെടുപ്പോടെ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ഗജഗുണകൊണ്ട പ്രജാപതി ചൂരൂർ മഠം രാജശേഖരൻ അങ്ങനെ തലയെടുപ്പോടെ നയിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലായി ഏതാണ്ട് 500-ൽ പരം കരിവേഷധാരികൾ വീണ്ടും ആ പഴയകാല കരിയാട്ട ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഇതാ പുതിയ പുത്തൻ ദൃശ്യവിസ്മയങ്ങൾ ലോകത്തിന്റെ വാതായനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊണ്ട് കോന്നിയെ അതിന്റെ ദൃശ്യമാധ്യമ രംഗത്തുകൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രിയങ്കരനായ കോന്നിയുടെ MLA-യുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്ന് ദിവസങ്ങളായുള്ള അവരുടെ പ്രവർത്തന ഫലമായി അത് കരിയാട്ടം 2025 അതിന്റെ അവസാന ദിവസമായ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തുടർന്നുള്ള വിശ്വാസ വിവരണത്തിനായി CTK സജിയെ ക്ഷണിക്കുകയാണ്. ഈ കോന്നിയുടെ ചരിത്രവും
എന്നുള്ളതാണ്. ആനക്കഥകൾ എപ്പോഴും കേൾക്കുവാൻ ഇഷ്ടമുള്ളവരാണ് കോന്നി. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മുകളിൽ നിന്നുള്ള ദൃശ്യം, നമ്മുടെ ഹെലിക്യാമിൽ നിന്നുള്ള ദൃശ്യം കാണുമ്പോൾ ഇതാ പല വർണ്ണങ്ങളിലുള്ള മുത്തുമണികൾ കോർത്തിട്ടതുപോലെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ കടന്നു പോകുന്ന കോന്നി പട്ടണത്തിന്റെ ഭാഗത്ത് മനോഹരമായ ഒരു മുത്തുമാല കണക്കെ ഇങ്ങനെ ജനങ്ങൾ വൈവിധ്യമാർന്ന വർണ്ണങ്ങളിൽ റോഡിന് ഇരുവശവും 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന് നിൽക്കുമ്പോൾ അതിന് മധ്യത്തിലൂടെ 500ഓളം വരുന്ന കരിവേഷധാരികൾ, 500ഓളം ആനയുടെ വേഷം കെട്ടിയ കലാകാരന്മാർ ഇങ്ങനെ മസ്തകം കുലുക്കി കൊമ്പു കുലുക്കി റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ആളുകളെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് മനോഹരമായി കടന്നു വരുമ്പോൾ അവർക്ക് മുമ്പേ ഗംഭീരമായ നാദവിസ്മയത്തിനുണ്ട്, പഞ്ചവാദ്യമേളമുണ്ട്, മുത്തുകുടലുണ്ട്, കരകയാട്ടമുണ്ട്, മാനാട്ടമുണ്ട്, മയിലാട്ടമുണ്ട്. എല്ലാം കൊണ്ടും വർണ്ണാഭമാക്കിയിരിക്കുകയാണ് കോന്നിയെ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ എന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി. അങ്ങ് മുതൽ ഏനാദിമംഗലം വരെയുള്ള വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നായ കോന്നിയിൽ വികസനത്തിന്റെ വിസ്മയം തീർത്ത ആധുനിക കോന്നിയുടെ ശില്പി ശ്രീ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അഭിമാനപൂർവ്വം ഈ ഓണനാളുകൾക്ക് 10 ദിവസം 10 ദിനരാത്രങ്ങളെ വർണ്ണാഭമാക്കി മാറ്റിക്കൊണ്ട് കോന്നി KSRTC മൈതാനിയിൽ ഒരുക്കിയ കരിയാട്ടം എന്ന മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 500ഓളം വരുന്ന കരിവീരന്മാർ, ആനവേഷധാരികൾ ഇതാ കോന്നി സെൻട്രൽ ജംഗ്ഷനിലേക്ക് കടന്നു വന്ന് അവിടെ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ്. ആ റോഡിന് ഇരുവശവും നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കരിയാട്ട ഘോഷയാത്ര പടർന്നു കയറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മനോഹരമായ താളവും മേളവുമാണ് മേള വിദഗ്ധന്മാർ ഒരുക്കിയിരിക്കുന്നത്. അതിനു മുമ്പിലായി മുത്തുക്കുടകളുടെയും വർണ്ണക്കുടകളുടെയും കോൽക്കളി സംഘത്തിന്റെയും വർണ്ണാഭമായ ചാരുത ഒരുക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ആ ഘോഷയാത്ര കടന്നു കാഴ്ച നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ കോന്നിയുടെ ആ പാരമ്പര്യമാണ്, കോന്നിയുടെ ആനയോടുള്ള ഇഷ്ടമാണ്, കോന്നിയുടെ സംസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, കോന്നിയുടെ സംസ്കാരവും പാരമ്പര്യവും കോന്നിയുടെ ടൂറിസം സാധ്യതകളും ലോകത്തിന് മുമ്പിൽ വിളിച്ചോതുവാൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA കഴിഞ്ഞ 10 ദിനരാത്രങ്ങളെ അവിസ്മരണീയമാക്കി അണിയിച്ചൊരുക്കിയ കരിയാട്ടത്തിന്റെ സമാപന ഘോഷയാത്രയാണ് ഇന്നിപ്പോൾ കോന്നിയുടെ രാജവീഥികളെ അലങ്കരിച്ചുകൊണ്ട് ഇപ്പോൾ കോന്നിക്കൊരു നെറ്റിപ്പട്ടം തീർത്തുകൊണ്ട് കോന്നിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാ കോന്നി കരിയാട്ടം 2025-നോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര അതിൻ്റെ വിസ്തൃതമായ തീരങ്ങൾ പന്തിടർന്ന് ഇതാ അവസാന ഘോഷയാത്ര ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനായി ജനങ്ങളെല്ലാം ഒത്തുകൂടി ഇതാ കോന്നിയുടെ ആകാശ കാഴ്ചകൾ അങ്ങനെ ഹെലികാമിൽ കാണുമ്പോൾ എത്ര മനോഹരമായി നമ്മളത് കാണുന്നു. മനോഹരമായ കോന്നിയെ, മനോഹരമായ സുന്ദരിയായ കോന്നിയെ അത്ര മനോഹരിയായി ഹെലികാമിൽ കൂടി കാണുമ്പോൾ മലയാളത്തിൻ്റെ മാതംഗ സുന്ദരിയെ പോലെ മനോഹരിയായി അണിഞ്ഞൊരുങ്ങിയ പ്രിയപ്പെട്ട കോന്നി ഇതാ ഒരു വട്ടത്തിനുള്ളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇതാ കോന്നിയുടെ ഈ ഒരു സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയതാ ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നു വരാൻ പോകുന്ന കാഴ്ച.
ഇതാ കോന്നി ആനക്കൂടിന്റെ ചരിത്രം പറയുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു നാമധേയമാണ് കോന്നി സുരേന്ദ്രൻ്റെത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാൽ ഒരു കാലത്ത് 2018 കോന്നി സുരേന്ദ്രനെ ഈ കോന്നിയിൽ നിന്നും ചട്ടം പഠിപ്പിക്കാൻ അങ്ങനെ മുതുമലയുടെ ആനക്കൂട്ടിലേക്ക് മാറ്റിയെടുക്കാൻ കൊണ്ടുപോകാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിന് പ്രതിഷേധമുയർത്തി കോന്നിയിൽ ഇതുപോലെ ജനങ്ങൾ കണ്ണുനീരോടെ കടന്നു വന്ന് വമ്പൻ പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ച് കോന്നി സുരേന്ദ്രൻ ഞങ്ങളുടെ സ്വന്തമാണ്, അവനെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് കണ്ണുനീരിന്റെ പ്രതിഷേധം ഈ കോന്നിയുടെ മണ്ണിൽ കാഴ്ചവെച്ചെങ്കിൽ അതേപോലെ തന്നെ കോന്നി മുഴുവൻ ഇതാ ഇളകി വന്ന് അന്ന് സങ്കടമാണെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ കോന്നിക്കാരങ്ങനെ ആഹ്ലാദത്തിന്റെ നിറപുഞ്ചിരിയിൽ ആഹ്ലാദത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി കോന്നിയുടെ മണ്ണിൽ ഇത്ര മനോഹരമായി അന്ന് കോന്നി സുരേന്ദ്രൻ നമുക്ക് ഈ നാടിന് കോന്നിയുടെ പേരുമായവൻ മലയാളത്തിന്റെ മുഴുവൻ ആകാശത്തേക്ക് ആ കൊമ്പൻ അങ്ങനെ 9 അടി പൊക്കത്തിൽ ഉയർന്നു പോയെങ്കിൽ ഇന്നിതാ നമുക്ക് ഒരു 5 അടി പൊക്കത്തിൽ മറ്റൊരു കൊമ്പനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതാണ് കോന്നിയുടെ പ്രിയപ്പെട്ട MLA, കോന്നിയുടെ പ്രിയങ്കരനായ ജനനായകൻ ശ്രീ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA-യുടെ നേതൃത്വത്തിൽ ഇതാ കോന്നിയുടെ വികസന സാധ്യതകളെയും അതിന്റെ വിപണന സാധ്യതകളെയും അതിന്റെ പുരോഗതിയെയും അതിന്റെ മുഴുവൻ എന്തെല്ലാം അതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് മാത്രമാണ് ആ തലയ്ക്കുള്ളിൽ മുഴുവൻ ചിന്ത. അതിനോട് അനുബന്ധിച്ച് ആവിർഭവിച്ച ഒരു കലാകായിക സാംസ്കാരിക സമ്മേളനമാണ് കരിയാട്ടം ടൂറിസം എക്സ്പോ എന്ന് പറയുന്നത്. അതങ്ങനെ അതിൻ്റെ 2ാം വർഷം കടന്നു പോകുമ്പോൾ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്ന കാഴ്ച, സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആ മനോഹര കാഴ്ചകൾ അങ്ങനെ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്റ്റേഡിയത്തിലേക്ക് പയ്യെ കടന്നു വരുന്ന കാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ കോന്നിയെ ഉൾക്കൊള്ളാൻ ഈ സ്റ്റേഡിയത്തിന് കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട സൗകര്യങ്ങളും ഒരുക്കാൻ കോന്നിയുടെയും നമ്മുടെ നാടിൻ്റെ തന്നെ പ്രിയപ്പെട്ട നിയമപാലകരും മറ്റ് വോളണ്ടിയേഴ്സും എല്ലാം പരിശ്രമിക്കുമ്പോൾ ഇത് കോന്നിയുടെ സ്വന്തം നമ്മുടെ സ്വന്തം നാടിൻ്റെ ഉത്സവമാണ്. ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് മുഴുവൻ മലയാളികളും മറ്റുള്ളവരും ഇത് വീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഈ മനോഹര കാഴ്ചകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അച്ചടക്കവും സംയമനവുമായി ആഹ്ലാദത്തിൻ്റെ ആവേശത്തിൻ്റെ തീരമൊരുക്കി കോന്നിയെ അങ്ങനെ അതിൻ്റെ ആകാശ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. എത്ര മനോഹരമാണ് കോന്നിയുടെ ആകാശ കാഴ്ചകൾ. ഏതാണ്ട് സഹ്യപർവ്വത നിരകളുടെ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ ഒരു പ്രദേശമാണ് കോന്നി എന്ന് പറയുന്ന മലയോര നിരകൾ. പച്ചപ്പട്ടണിഞ്ഞ് മഞ്ഞ് പുതച്ച് നിൽക്കുന്ന അയ്യന്റെ പൂങ്കാവനത്തിലെ തലയെടുപ്പുള്ള മലനിരകളുടെ അടിവാരത്തായി അങ്ങനെ മനോഹരിയായി ഒരു സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പച്ച സെറ്റ് സാരി ഉടുത്ത് മനോഹരമായി കരിമഷി എഴുതി അങ്ങനെ അച്ഛൻ കോലാറിനെ പൊന്നരഞ്ഞാണം ചുറ്റി നിൽക്കുന്ന ഒരു സുന്ദരിയായ മലയാളി പെൺകുട്ടിയെ പോലെ മനോഹരിയായ മലയോര നാട് കോന്നി. അതിൻ്റെ വിശിഷ്ടതകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പൈതൃകവും ഒരിക്കലും വാക്കുകളിൽ പറയാൻ സാധ്യമല്ല. ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, ഈ നിമിഷം വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. നമ്മുടെ പ്രിയപ്പെട്ട കമൻട്രേറ്റർ ഷൈജു ദാമോദരന്റെ വാക്കുകൾ കടമെടുത്താൽ ഇത് കടികാരങ്ങൾ നിലക്കുന്ന സമയം. കോന്നിയുടെ ചരിത്ര നിമിഷങ്ങളിലേക്ക് കോന്നിയുടെ ഈ ചരിത്ര നിമിഷങ്ങളിലേക്ക് ലോകത്തിൻ്റെ കാഴ്ചകൾ, ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും തിരിഞ്ഞിരിക്കുന്ന സമയം. എല്ലാ കണ്ണുകളും കോന്നി സെൻട്രൽ ജംഗ്ഷനിലും ഈ KSRTC-യുടെ സ്റ്റേഡിയത്തിനുള്ളിലേക്കുമായി ചുരുങ്ങുന്ന സമയം. കോന്നിയുടെ പൈതൃകവും അതിൻ്റെ സാംസ്കാരിക പൈതൃകവും അതിൻ്റെ പാരമ്പര്യങ്ങളും വിളിച്ചോതി കരിയാട്ടം എന്ന മഹാവിസ്മയ കാഴ്ചകളുമായി കരിയാട്ടത്തിൻ്റെ ആവേശം അതങ്ങനെ കോന്നിക്കാരതങ്ങനെ നെഞ്ചത്തെ കയറ്റിക്കൊണ്ട് കോന്നി അതിൻ്റെ പ്രിയങ്കരങ്ങളായ ജനനായകനൊപ്പം കോന്നി അതിൻ്റെ പ്രിയങ്കരനായ ജനനായകനൊപ്പം അങ്ങനെ അണിനിരന്നുകൊണ്ട് കോന്നിയുടെ മുഖപ്പട്ടയണിഞ്ഞ കോന്നിയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് കോന്നിയുടെ മുഖാവരണമെല്ലാം അഴിച്ചു മാറ്റി അവരങ്ങനെ കോന്നിയെ വിസ്തൃതമായി ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് കോന്നിയെ അതിൻ്റെ വിസ്മയങ്ങൾ കൊണ്ട് അതിൻ്റെ പാരമ്പര്യങ്ങൾ കൊണ്ട് അതിൻ്റെ ഏതെല്ലാം വിധത്തിൽ കോന്നിയെ വികസനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നയിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ 5.5 അടി
ചെറുപ്പക്കാരൻ അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആ ഒറ്റ കൊമ്പൻ അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോന്നിയുടെ പ്രിയപ്പെട്ട ജനനായകൻ അങ്ങനെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന കരിയാട്ടം 2025 ടൂറിസം എക്സ്പോ പത്തനംതിട്ട ജില്ലയുടെ ഓണാഘോഷ വാരാഘോഷങ്ങളുടെ സമാപന ഒരു സമ്മേളനമാക്കി മാറ്റിക്കൊണ്ട് ഇതാ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കോന്നിക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുവർണ നിമിഷങ്ങൾ, കോന്നിക്കാരുടെ മനസ്സിനുള്ളിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും മായ്ക്കാനും മറക്കാനും കഴിയാത്ത സുവർണ ചിത്രങ്ങൾ അതങ്ങനെ നാരായ മുനകളിൽ താളിയോലത്താളുകളിൽ കോറിയിട്ടതുപോലെ അങ്ങനെ വിശേഷ നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് കോന്നി അതിൻ്റെ കരിയാട്ടം 2025 അവിസ്മരണീയ നിമിഷങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് പകർന്നു നൽകുകയാണ്. വളരെ നന്ദി പ്രിയപ്പെട്ട സജി കോട്ടയം. ഇപ്പോൾ കരിയാട്ട ഘോഷയാത്ര കോന്നി സെൻട്രൽ ജംഗ്ഷനിലും എത്തി അവിടെ നിൽക്കുന്ന ആളുകൾക്കും മനസ്സിനും അതുപോലെ തന്നെ ഹൃദയത്തിനും സന്തോഷം പകർന്ന